على أنني راض بأن قيل جاهل سفيه وإن قالوا فتبا له تبا. إذا كنت تصفو لي وجنبك صالح فقد طافئت ما أوقدوا كلهم حربا. رضيت به طول الزمان ودينه ربي إلهي قد رضيت به ربا. فحسبي إلهي لم أر النفع غيره ولا غيره أخشى فحسبي به حسبا. عليه صلاة الحق في كل لحظة وتشمل أزواجا وتستغرق الصحبا. سحوت عن الغيد الحسان ولا سحو عن المصطفى المختار من نحوه أنحو. محى عن فؤادي كل غير وإنه يثبت فيه الحق والحق لا يمحو. فإن كاثر الأقوام أكثرهم به فبيعي وينفاقي له الرأس والربح. شتائي وصيف الدهر ذكر محمد صلى الله عليه وسلم فإن جاه قصدي نعم ذلكم النجح. هباني مرادي فيه نهجا مقوما سيأتيه مني المدح من بعده المدح. والسين ترسي بالصفات صفاته ولي مقبل في المصطفى سن قحو. وماذا على برهام يثني عليك يا محمد عين المدح يا من له الفتح. صفائي وأنسي خلوت لذكره ومن رام تأنيس المحب له الويح. صلاة وتسليم على خير هاشم وآل وصحاب به يجتلي الروح. നമ്മളിന്ന് റമദാനിൽ മുഹമ്മദിയ എന്ന പ്രഭാഷണത്തിൻ്റെ 3 നാളെ നടത്തും. ഇന്നിപ്പോൾ സാധാരണയായി ബുധനാഴ്ച നമ്മൾ സൂഫിയുടെ പ്രണയകാവ്യം മുസ്തഫ റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയാറുള്ളതല്ലേ, അപ്പം അത് മുടക്കാതെ ചെയ്യുകയാണ്. അത് റമദാനുൽ മുഹമ്മദിയ ഇന്ന് 3 ആക്കിയിട്ട് നാളെ ആക്കിയാലോ എന്ന് ചിന്തിക്കായല്ല. പക്ഷെ 4 അവസാനിക്കുന്ന 3 അവസാനിക്കുന്നതല്ല അത്. 3 ബുധനാഴ്ച ആക്കിയാലോ, നാളെ സൂഫിയുടെ പ്രണയകാവ്യം വ്യാഴ്ചത്തേക്കാക്കാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് 3 4 ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല രഹസ്യങ്ങൾ. അപ്പോൾ അത് വീണ്ടും നീണ്ടുപോകും. അപ്പോൾ ഇത് മുടങ്ങാതെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ബുധനാഴ്ച. സാധാരണയായി നമ്മൾ ബുധനാഴ്ച മുസ്തഫ റസൂലുള്ളാഹിയുടെ മദ്ഹ് പ്രണയകാവ്യത്തിലൂടെ പറയാറുണ്ട്. ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മാത്രമാണ് ഇന്നലെ നമ്മൾ ബദറിൽ കണ്ടത്. നബി മാത്രമാണ് ബദർ, വേറൊന്നുമല്ല. നബി മാത്രമാണ് ബദർ. ബദർ എന്നാൽ ബദറുൽ കമാലാണ്. അത് ഹബീബ നബിയാണ്. സമ്പൂർണനായ മദ്ഹ് ആ ബദർ അത് റസൂലുള്ളാഹിയാണ്. എവിടെയും ബദർ 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 എന്ന് എത്ര ഹബീബ റസൂലുള്ളാഹിനെ ബദർ പറഞ്ഞിടത്തൊക്കെ ബില്ലിത്തിലാക്കിൽ ബദർ പറഞ്ഞാൽ ഉദ്ദേശം ഹബീബ നബി ആയിരിക്കും. ത്വലഅൽ ബദ്റു അലൈനാ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ തന്നെ എത്രയോ സ്ഥലത്ത് കവി ബദർ ബദർ എന്ന് പറയുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ രാത്രിയൊക്കെ എന്നും ദീവാൻ എന്ന് ഓതണം. ദീവാനൊരു കമ്മിറ്റി ബുക്ക് അടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അതൊരു സാധുവായ കമ്മിറ്റിയാണ്. അപ്പോൾ അത് 1000 രൂപ കിട്ടിയാൽ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. കമ്മിറ്റി വലിയ ബാധ്യതയുള്ളൊരു കമ്മിറ്റിയാണ്. അപ്പോൾ ഇവിടുന്ന് ബുക്ക് വാങ്ങി കൊണ്ടുപോയി വീട്ടിൽ ചോദുന്നത് നല്ലതാണ് എല്ലാവരോടും. ഓർമ്മല്ലേ? 21-ാമത്തെ പേജിലുണ്ട് അങ്ങനത്തെ അഹിബ്ബി വസീരിൽ ബദ്രി. ഇവിടെ ബദറിനെ പറ്റി പറയുന്നുണ്ട്. ഹബീബ നബിയാണ്. പിന്നെയുണ്ട്
വഹിബി എൻ്റെ പ്രേമഭാജനം, വസീരിൽ ബദരി അൽബദറിൻ്റെ മന്ത്രിയായ ആൾ, ബാബി ഉലൂമിഹി അവിടുത്തെ വിജ്ഞാനത്തിൻ്റെ കവാടം. അതാരാണ്? അലിയൻ. അലിയെ പറ്റിയാണ് ഞാനീ പറഞ്ഞത്. ബദറിൻ്റെ മന്ത്രി ആരാണ്? ബദറിൻ്റെ മന്ത്രിയാണ്. ബദർ യുദ്ധക്കളല്ല. ബദർ എന്ന് പറഞ്ഞാൽ ആരാ ഉദ്ദേശം? ഹബീബ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപക്ഷെ ഒരു തൗഫീഖ് കൊണ്ടായിരിക്കാം ആ മണ്ണിന് പിന്നീട് ബദർ എന്ന് പേര് കിട്ടിയത്. കാരണം ബദറുൽ കമാലായ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നിട്ട് ചരിത്രം കുറിക്കുന്നുണ്ട് പിൽക്കാലത്ത്. അതുകൊണ്ടായിരിക്കാം മുൻകാലത്തിൽ തന്നെ അള്ളാഹു തആല ആ നാടിന് ബദർ എന്ന് പേരെടുത്തത്. ബദർ നബിയ, മദീന നബിയാണ്. മദീന നബിയല്ലേ? മാനവിക സംസ്കാരങ്ങളുടെ കേന്ദ്രം എന്നാണ് മദീന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വീണ്ടും ബദർ പറഞ്ഞു. ബദറും ഒരുപാട് സ്ഥലത്ത് ഇതിൽ ബദറുണ്ട്. ബദർ എവിടെയൊക്കെയോ പറയുന്നുണ്ട്. ബദർ ഹബീബ നബിയാണ്, മുത്തറസൂലുള്ളാഹി സല്ലല്ലാഹു എവിടെയും ഹബീബ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്കിടയിൽ അതൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കണം. ഒരാളെങ്കിലും നന്മ കേട്ട് മനസ്സിലാക്കിയാൽ ആ കൂലി നമുക്ക് കിട്ടും. إذا ضاء ضوء البدر ملت لذكره وأذكره في كل مرأ ومنظر. 14ാമത്തെ പേജുണ്ട് വീണ്ടും ബദർ. إذا ضاء ضوء البدر ملت لذكره. ബദറിൻ്റെ വെളിച്ചം പ്രകാശപൂരിതമായാൽ അവിടെ ആരാ? ബദർ മുസ്തഫ നബിയാണ്. ഇനിയുണ്ടാവും എത്രയോ സ്ഥലത്ത് ഇവിടെ ബദർ എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലാണ് ഉദ്ദേശം. എവിടെ? അള്ളാഹിൻ്റെ ഹബീബാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ റസൂൽ മുസ്തഫയാണ് അവിടെയൊക്കെ ഉദ്ദേശം. റസൂലുള്ളാഹിൻ്റെ കൂടെ എന്നോളി, റസൂലുള്ളാഹിൻ്റെ കൂടെ എന്നോളി. റസൂലുള്ളാഹിൻ്റെ കൂടെ എന്നാൽ രക്ഷപ്പെടും. നാലാമത്തെ വരി കവിത തുടങ്ങണത്. നാലാമത്തെ വരി ബദർ എന്ന് പറയുന്നുണ്ട്. അവൽ ഖൽബു ഇല്ലാ യകൂന മുതയ്യമാ ഹലീഫ ഖുറാമിൻ ബിൻ നബിയ്യി മുഹയ്യമാ അബീതു ബിലൈലി തിമ്മി സഹ്റാന മുൻഷിദാ ലിദിക്രില്ലദീ ഖത്വാബ ബദ്അൻ വമഖ്തമാ ഉസാജീലു ലൈബി ഫീഹിൽ ഉർഖ ലൈലി വജീറതി നിയാമുൻ വജഫ്നി കൽമദാനി ബിമഗ്റമാ ونظم در اللفظ في ذكر وصفه واحسن بوصف البدر درا منظما എന്ന് ഇവിടെ പറഞ്ഞത്. വാക്കുകളാകുന്ന രത്നത്തെ അങ്ങനെ കോർവ കൂട്ടിവെക്കുക ഞാൻ. ഫിദിക്രി വസ്ഫിഹി, നബിയുടെ പ്രശംസയെ പറയുന്ന വിഷയത്തിലുള്ള വാക്കിൻ്റെ രത്നത്തെ ഞാനിങ്ങനെ കൂട്ടി കോർവയാക്കുകയാണ്. വഹ്സിൻ ബി വസ്ഫിൽ ബദരി, അൽബദറിൻ്റെ വസ്ഫല്ലേ അത് പരമാവധി ഭംഗിയാക്ക്. ദുർറൻ മുനല്ലമൻ, കോർക്കപ്പെട്ട രത്നമായ നിലയിൽ. അവിടെ ബദർ ഹബീബ നബിയാണ്. ഇപ്പം എത്ര സ്ഥലത്ത് അവർ ബദർ ഹബീബ നബിയാണ്. റസൂലാണ് എല്ലാം റസൂലിലേക്ക് മടങ്ങിക്കോ. ആ ആളെ ഉറപ്പ്, ആ ആളെ നിനക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ, നിനക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ അശ്വത് പറഞ്ഞേ. പിന്നീട് പറയാം, നാളെ ഞാൻ പറയാം. അല്ലാതെ അശ്വത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? നാളെ പറയാം. മുഹമ്മദ് മിഫ്താഹുൽ ഫുതൂഹാത്തി സയ്യിദി وخاتم سلك الرسل بدرا ختما مقدما به نال كل الأنبياء منالهم به زينة الحضرات وقر وعظما
എന്ന്. വലഖദ് നസറക്കുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ സഹായിച്ചു ബിബദരിൻ, ബദറിനെ കൊണ്ട്, മുസ്തഫ നബിയെ കൊണ്ട്. അൻതും അദില്ലത്തും, ബദറിനെ മാറ്റി വെച്ചാൽ നിങ്ങളെല്ലാം നിസ്സാരന്മാരാണ്. ഫത്തഖുല്ലാഹ്, ഈ ഫത്തഖുല്ലാഹിൻ്റെ അർത്ഥം ചില പണ്ഡിതന്മാർ കൊടുത്തത് ഫത്തഖുല്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഒരു സ്ഥലത്ത് അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥലമായിരിക്കും അവിടെ ഉദ്ദേശം. ഇപ്പം കള്ളുടിയെ പറ്റി പറഞ്ഞിട്ട് ഫത്തഖുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം കള്ളുടിക്കരുന്ന. പലിശയെ പറ്റി പറഞ്ഞ് ഫത്തഖുല്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം പലിശ അങ്ങരുതെന്നാണ്. വ്യഭിചാരത്തിനെ പറ്റി പറഞ്ഞ ഫത്തഖുല്ലാഹ് എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കരുതെന്നാണ്. ബദറിനെ പറഞ്ഞിട്ട് പിന്നെ ഫത്തഖുല്ലാഹ് എന്ന് പറഞ്ഞാൽ ബദറിനെ പിടിച്ചോന്നാണ്. അങ്ങനെ തന്നെ പണ്ഡിതന്മാർ വ്യാഖ്യാനം പറഞ്ഞ് ഞാൻ കണ്ടു. ഇവിടെ ഉണ്ട് ഫത്തഖുല്ലാഹ്, ഫത്തഖുല്ലാഹ്, ഫത്തഖുല്ലാഹ്. ഇവിടെ ഫത്തഖുല്ലാഹിൻ്റെ അർത്ഥം അല്ലാഹുവിൻ്റെ റസൂലിനെ പിടിച്ചോ, മുസ്തഫ നബിയെ പിടിച്ചോ, അല്ലാഹുവിൻ്റെ ഹബീബിനെ പിടിച്ചോ, എന്നാലേ രക്ഷപ്പെടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിവിടെ കണ്ടു. ഫത്തഖുല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനെ പിടിച്ചോളി. ഇബ്നു അജീബ തങ്ങൾ ബഹ്റുൽ മദീദിൽ ഈ ആയത്തിന് അർത്ഥം കൊടുക്കുക. ഈ ആയത്തിന് ഇത് വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ലത്തും ഫത്തഖുല്ലാഹ്. അല്ലാഹു തആല ബദറുൽ കമാലായ ഹബീബായ നബി ഉള്ളത് കൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ നിങ്ങളെ ബദറിൽ വെച്ച് സഹായിച്ചു. നിങ്ങളെ കൊണ്ടല്ല, നിങ്ങളെ വലുപ്പത്തിലല്ല, പിന്നെ നിങ്ങൾ ആരുടെ കൂടെയായിരുന്നു? ബദറുൽ കമാലിൻ്റെ കൂടെയായിരുന്നത് കൊണ്ട്, ബദറിനെ കൊണ്ട് നിങ്ങളെ അള്ളാഹു സഹായിച്ചു. അൻതും അതില്ല, ബദറിനെ മാറ്റിവെച്ചാൽ നിങ്ങൾ നിസ്സാരന്മാരാണ്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്. ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് കൊടുക്കുന്ന അർത്ഥം കേട്ടോളി. ഫത്തഖുല്ലാഹ്, ഫത്തഖുല്ലാഹ്, ഫത്തഖുല്ലാഹ് വസ്ബുതു മഅ റസൂലിഹി. ഇതിൻ്റെ അർത്ഥം ഫത്തഖുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വസ്ബുതു മഅ റസൂലിഹി, നിങ്ങൾ റസൂലിൻ്റെ കൂടെ സ്ഥിരമായി നിന്നോളി. റസൂലിനെ വിടണ്ട, ഏറെ പോവുകയാണെങ്കിലും റസൂലിനെ വിടണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നേരം പോലത്തെ പണിയാണ്. 1000 സ്വലാത്ത് എന്നും ചെല്ലാറുണ്ട്. നോമ്പാണ്, ഭയങ്കര വെയിലുമാണ്. അതുകൊണ്ട് അവനെ പണിക്കോതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ബൈക്ക് കൊണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് ക്ഷീണായി. വീട്ടിലെത്തിയപ്പോൾ അവൻ പറ്റ ക്ഷീണായി കിടന്നു. പിന്നെ നമ്മളൊരു സ്വലാത്ത് ചൊല്ലി തീർക്കാറുള്ളത് മഗ്‌രിബിന് ശേഷം ഉറങ്ങണീൻ്റെ ഇടയിലാണ്. അപ്പോഴത്തെ തറാവീഹ് ഇവിടെ ഇടയിൽ വന്നു. ഇനി രണ്ടാലും ഇന്നേ നടക്കുള്ളൂ. ഒന്നിരിക്കൽ സലാത്ത് 1000 ചൊല്ലി പൂർത്തിയാക്കുക, അല്ലെങ്കിൽ തറാവീഹ് നോക്കുക. അപ്പോൾ അഫ്ളല് നീ ദായിമായി ചെല്ലുന്ന സ്വലാത്താണ്. അതാണ് അഫ്ളൽ. കാരണം അത് നബിയാണ്, അത് നബിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റേ ഇതിലും ഇഖ്ലാസ് ഉണ്ടാവില്ല, അതിലും ഇഖ്ലാസ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ദായിമായൊരു വെറുതെ മുടങ്ങിയിലുള്ള ഒരു മനസ്സിലെ ബേജാറ് വേറെ ഉണ്ടാവും. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാല് വെച്ചുത്തിയാൽ പോലും നമുക്ക് എന്ത് തോന്നും? കുരുത്തക്കടാണ്. ആ സ്വലാത്ത് മുടങ്ങി. പിറ്റേന്നൊരു കച്ചവടത്തിന് പോയപ്പോൾ നഷ്ടം വന്നു. ഉദാഹരണം പറഞ്ഞ അതായിട്ട് പറയല്ല, നമ്മളെ മനസ്സിൽ വേഗം എന്ത് കയറും? സ്വലാത്ത് മുടങ്ങി. ആരെവിടെ സ്വലാത്ത് മുടക്കിയേ? തറാവീഹ് നജി മാറ്റിച്ചതാ. തറാവീഹ് അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ എനിക്ക് ഈമാൻ വേണം. മൻകാന റമളാന ഈമാനൻ. ഈമാൻ പറഞ്ഞാൽ അത് നബി എന്നിട്ടുള്ളൂ. ഈമാൻ്റെ മഹ്ദ് ഹബീബ നബിയാണ്. അത് ഈ നബിയിൽ നിന്നേ ഈമാൻ വരുള്ളൂ. സ്വലാത്ത് ഈമാനുള്ളവനെ ചെല്ലാൻ കഴിയുള്ളൂ, എല്ലാവർക്കും ചെല്ലാൻ കഴിയില്ല. ഈമാനില്ലാത്തൊരു മനുഷ്യന് ദായിമായ സ്വലാത്തിനും കഴിയില്ല. ഒരാൾ ദായിമായ സ്വലാത്തിലാണെങ്കിൽ ഉറപ്പിച്ചോനോ എന്തുണ്ട്? ഈമുണ്ടോ? ഈമല്ല കഴിയില്ല.
കാരണം ഈമാൻ മഹബ്ബത്ത് റസൂലാണ്. മനസ്സിലായില്ലേ? പ്രവർത്തിച്ചിരിക്കും അതിന് ഇബ്നു അജീബ തങ്ങൾ കൊടുത്ത വ്യാഖ്യാന ബയാനി പറഞ്ഞത് അവിടെ ആയത്ത് എന്ത് പറഞ്ഞു? അല്ലെങ്കിൽ ഇപ്പം അവിടെ ഒരു വത്തക്കുള്ളാൻ്റെ ആവശ്യം എന്താ? കള്ളു പിടിക്കാൻ പോയതാ? ബദറിനെ കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിച്ചു. അന്തും അതില്ല, നിങ്ങൾ നിസ്സാരന്മാരാണെന്നിരിക്കവേ. അതുകൊണ്ട് ഫത്തഖുല്ലാ, അള്ളാഹ് സൂക്ഷിച്ചോളി. എന്നാൽ നിങ്ങൾ കുതിരയിടാതെ പള്ളിയൊക്കെ പോയിക്കൊള്ളുന്നതാണ് അതിനർത്ഥം. ഇവിടെ പള്ളിയും പന്തലും പറഞ്ഞല്ലോ. ഇവിടെ പറഞ്ഞത് ആരാണ്? ഹബീബ നബി അല്ലേ? അതുകൊണ്ട് ഫത്തഖുല്ലാ ഐ വസ്ബുതു മഅ റസൂലിഹി. ഇവിടെ ഫത്തഖുല്ലാ എന്ന വാക്കിൻ്റെ അർത്ഥം ഫസ്ബുതു മഅ റസൂലിഹി, നിങ്ങൾ ആരെ കൂടെ ഉറച്ചു നിൽക്കുക? റസൂലുള്ളാഹിന്റെ പിറന്നാളെ എപ്പോഴും നിങ്ങൾക്ക് പെരുന്നാളാണെങ്കിലും നോമ്പാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ആരെ മറക്കരുത്? റസൂലുള്ളാഹി. അതന്നെ ദീൻ. നോമ്പാണ്, പെരുന്നാളാണ്, അതൊന്നും നോക്കണ്ട. നോമ്പാണെങ്കിലും നബി എന്നെ നബിനെ കഴിച്ചിട്ടുള്ളതേ ഉള്ളൂ. നബി തന്നെയാണല്ലോ. നിസ്കാരാണ്, അവിടെയും മുന്തൽ നബിയാണ്. ഞാൻ പിന്നെ നാളെ കാണിച്ചു തരാം. എന്തും നബിയാണ്. നബിയെ തൃപ്തിപ്പെടുത്തിയ ഒരാൾ പരാജയപ്പെടില്ല. നബിയിലൂടെ അള്ളാഹുവിലേക്ക് പ്രവേശിക്കുന്ന ഒരുത്തനും പരാജയപ്പെടില്ല. നബിയെ മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് പ്രവേശിക്കുന്നത് അഹങ്കാരമാണ്. മൂന്ന് കാര്യങ്ങളോട് കൂടെ അല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല. ലാ തുഖ്ബലു ഇത്വാഅത്തുല്ലാഹി ഇല്ലാ മഅ ഇത്വാഅത്തി റസൂൽ. റസൂലിന് വഴിപ്പെടാതെ അള്ളാഹുവിന് വഴിപ്പെട്ടാൽ സ്വീകരിക്കപ്പെടില്ല. ലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മഅ സക്കാ. സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്ത് കൊടുക്കാതെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല. വലാ യുഖ്ബലു ശുക്റുല്ലാഹി ഇല്ലാ മഅ ശുക്രിൽ വാലിദൈൻ. ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യാതെ, ഉമ്മാക്കും ബാപ്പാക്കും ഉപകാരം ചെയ്യാതെ, ഉമ്മാക്കും ബാപ്പാക്കും നന്ദി ചെയ്യാതെ അള്ളാഹുവിന് ചെയ്യുന്ന നന്ദികൾ സ്വീകരിക്കപ്പെടില്ല. സലാസത്തുൻ ലാ തുഖ്ബലു ഇല്ലാ മഅ സലാസ. മൂന്ന് കാര്യങ്ങൾ കൂടെ അല്ലാതെ സ്വീകരിക്കപ്പെടില്ല. അതിലൊരു കാര്യം, അള്ളാഹ്ക്ക് വഴിപ്പെടണമെങ്കിൽ ആദ്യം ആർക്ക് വഴിപ്പെടണം? റസൂലിന് വഴിപ്പെടണം. റസൂലില്ലാതെ അള്ളാഹുവിലേക്ക് പോകുമ്പോൾ ചെയ്യുക. റസൂലിനെ മറന്നൊരു കളി നടക്കൂല. ചില പറഞ്ഞപ്പോൾ ഇതൊക്കെ നബി പറഞ്ഞ തന്നെയല്ലേ? നബി പറഞ്ഞാന്ന് വിചാരിച്ച് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു, ആ ഉപകാരം നാളെ നിങ്ങൾ ഉപകരിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ചിരിക്കാനും വേണല്ലോ. അതല്ലേ നന്ദി. മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല. ജനങ്ങൾക്ക് നന്ദി ചെയ്യാത്തവർക്ക് അള്ളാഹുവിൻ്റെ നന്ദിയില്ല. അള്ളാഹുവിനോ നന്ദി ചെയ്യാൻ കഴിയില്ല. ഈ ജനങ്ങളിൽ ആദ്യത്തെ ആൾ ഹബീബ നബിയല്ലേ? ഇതൊക്കെ കിട്ടാൻ കാരണക്കാരൻ ഹബീബ നബിയല്ലേ? അപ്പോൾ ലഖദ് നസറക്കും അല്ലാഹു ബിബദ്രിൻ. ബദറിനെ കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിച്ചു. അതാരാ? അത് ബദറുൽ കമാലാണ്, ഹബീബ നബിയാണ്. വ അൻതും അദില്ലത്തുൻ, നിങ്ങൾ നിസ്സാരന്മാരാണല്ലോ എന്നിരിക്കവേ. അതുകൊണ്ട് ഫത്തഖുല്ലാ, നിങ്ങൾ റസൂലിൻ്റെ കൂടെ നിന്നോളി. ലഅല്ലക്കും തഷ്കുറൂൻ, അതായിരിക്കും എൻ്റെ അവസാനം. ഫത്തഖുല്ലാ, നിങ്ങൾ നബിൻ്റെ കൂടെ നിന്നോളി. ഫത്തഖുല്ലാ അതിൻ്റെ അർത്ഥം എന്ത്? നബിയുടെ കൂടെ നിന്നോളി. അള്ളാഹിനെ സൂക്ഷിച്ചോളി എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ മുതലിൻ്റെ ഒപ്പം നിന്നോളി. അള്ളാഹ്ക്ക് നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ മുതലേതാ? നബി. ലഅല്ലക്കും തഷ്കുറൂൻ, അപ്പോഴേ നിങ്ങൾ നന്ദിയുള്ളവരാവുള്ളൂ. അല്ലാതെ വെറുതെ പോയി നിസ്കരിച്ചോളൂ നിങ്ങൾ നന്ദിയുള്ളവരാവില്ല. നിങ്ങൾ ആരിലൂടെ നിസ്കരിക്കണം? നബിയിലൂടെ നിസ്കരിക്കണം. നിങ്ങൾ നബിയിലൂടെ നോമ്പ് വിൽക്കണം. നിങ്ങൾ നബിയിലൂടെ ഖുർആൻ ഓതണം. ഒക്കെ നബിയിലൂടെ, എല്ലാം നബിയിലൂടെ ചെയ്യണം. കമ്പനികളിലൊക്കെ ഒരു പഞ്ചിങ് ഉണ്ടാവും. ഏത് ജോലിക്കാരനും പഞ്ചിങ് കഴിഞ്ഞിട്ട് പിന്നെ പണിക്കാൻ പാടുള്ളൂ. ഒരുത്തം പഞ്ചിങ് ഇല്ലാതെ നേരം ആണ് കയറിയാണ്ട് പണിയാൻ തുടങ്ങിയാലോ? മനസ്സിലായില്ല?
8 മണിക്ക് പണിക്ക് ഇറങ്ങണമെങ്കിൽ അവൻ വേഗം പഞ്ചിങ് മെഷീൻ്റെ അടുത്ത് വരണം. അതാണ് കമ്പനിയിലൂടെയാണ് ഇത് പണിക്കൊണ്ടത്. കമ്പനി നിന്നെ അറിയുന്ന ഒരു സമയമാണ് എന്ത് പഞ്ചിങ്. എന്നിട്ട് പണിക്ക് പോയിക്കോ. ചിലപ്പോൾ പഞ്ചിങ് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോയി കാര്യം പണിൻ്റെ കൂട്ടത്തിൽ കൂട്ടും. ഒരാൾ പഞ്ചിങ് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലായില്ല, കമ്പനിയിൽ പഞ്ചിങ് കഴിഞ്ഞു, പിന്നെ പിന്നെയും പരിപ്പോടിയും ചായയും കുടിക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങി, പിന്നെ ദേശാഭിമാനിയും വായിച്ചു കുത്തിരുന്നു. അങ്ങനത്തെ കമ്പനിയുണ്ട്. പഞ്ചിങ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പുറത്തിറങ്ങിയാൽ ദേശാഭിമാനി കിട്ടും, ചായയും പരിപ്പോടിയും അതും കിട്ടും, സാധു പീടിയും കിട്ടും. അങ്ങനെ സാധു പീടിയും വലിച്ച് പരിപ്പോടിയും ചായയും കുടിച്ച് അങ്ങനെ കുത്തിരുന്ന് ഉച്ചവരെ വർത്താനം പറഞ്ഞു. ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചു, പിന്നെയും പഞ്ച് ചെയ്തു, പിന്നെ പോയി. മോന് എന്ത് കിട്ടും? ശമ്പളം കിട്ടും. അതേസമയത്ത് ഒരുത്തൻ പഞ്ചിങ് മെഷീൻ്റെ അടുത്തേക്ക് വന്നില്ല, നേരെ പണിയോട് പണിനെ പണി. പണിയെടുത്ത വിവരം കമ്പനി അറിയുന്നില്ല, അവനോട് ശമ്പളമില്ല, അവൻ മൊത്തം അബ്സെൻ്റാ. അതാ പറഞ്ഞത് ഇജ് വേഗം തറാവീന് പായണ്ട. ആരിലൂടെ പാഞ്ഞോ? പഞ്ച് ചെയ്തള, പഞ്ചിങ് മെഷീൻ എടുത്തുവാ, അത് മുത്തുനബിയ. അതിൽ പോയിക്കോ, എന്തെടുത്തോ കമ്പനി കിട്ടും. പഞ്ച് ധരിച്ച് പോയി കടന്നുറങ്ങിക്കോ, എന്നാലും കൂലി കിട്ടും. പഞ്ചിങ് എവിടെയാ? നബിയില പഞ്ചിങ്. അങ്ങനത്തെ കാര്യമല്ല. നബിൻ്റെ അവിടെ വന്നിട്ട് ഞാനുണ്ട് നബിയെ, ഞാൻ നിങ്ങളാളെ തന്നെയാണ് ഒപ്പിട്ടള, എന്നിട്ട് ജയിലിൽ പോയി ഒരു കുഴപ്പമില്ല. അതാണ് റസൂലിൻ്റെ കൂടെ ഉറച്ചു നിന്നോളി, രക്ഷപ്പെടും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഭയങ്കര ഈ ആയത്തൊക്കെ അങ്ങനെ ഇറങ്ങി നോക്കിയാൽ അത്ഭുതങ്ങളാണ് ഈ ആയത്തിലൊക്കെ കിടക്കുന്നത്. ഭയങ്കര ഖുർആനിലൊക്കെ റസൂലുള്ളാഹിനെ കാണാൻ എവിടെ റസൂലാണ്. പക്ഷെ ആ കണ്ണുകൊണ്ട് നമ്മൾ നോക്കണം. ആ കണ്ണുകൊണ്ട് നോക്കിയാൽ ഹബീബ നബി അല്ലാത്ത ഒന്നും ഖുർആനിലില്ല. ഒക്കെ എവിടെയെങ്കിലും അവൻ നബിയ. എവിടെ നോക്കിയാലും ഹബീബ നബിയ, ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ. എവിടെയും ഹബീബ നബിയ, എവിടെയും ഹബീബ നബിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിഅ ഇൽമുള്ളവർ നമ്മളെ പെടുത്തട്ടെ. എവിടെയും അപ്പോൾ അവിടെ ബദറുൽ കമാലായ, ബദറുൽ മുനീറായ, ബദറുൽ കമാലായ മുസ്തഫ നബിയെ പറ്റി പറയാണ്. തന്നെ മണിക്കോളിയ മുന്നേ പറഞ്ഞിടത്തേക്ക് എത്ര പേജ്? അല അന്നനി റാളിം ബിഅൻ ഖീല ജാഹിലു സഫീഹുൻ വഇൻ ഖാലു ഫതബ്ബൻ ലഹു തബ്ബാ. അല അന്നനി റാളിൻ, എനിക്ക് തൃപ്തിയാണ്, ബിഅൻ ഖീല ജാഹിലുൻ, ഞാനൊരു ജാഹിലാണെന്ന് പറയപ്പെടുന്നത് എനിക്കൊരു വിഷമമില്ല. ഞാൻ നബിയെ പ്രേമിച്ചിട്ട് ഒരാൾ എന്നെ ജാഹിൽ എന്ന് പറയുകയാണെങ്കിൽ സന്തോഷമാണ്. ഇന്നിപ്പോൾ ജാഹിൽ എന്ന് പറയുന്നത് എന്താണ്? നബിയെ പ്രേമിച്ചിട്ടാണ്, കുഴപ്പമില്ല. സഫീഹുൻ, ഞാനൊരു വിഡ്ഢിയാണ്, ആയിക്കോട്ടെ, വിഡ്ഢി തന്നെയാണ്. കാലു, ഇനി അവർ പറഞ്ഞാലും എനിക്ക് വിഷമല്ല. ഫതബ്ബൻ ലഹു തബ്ബാ, ഫതബ്ബൻ ലഹു, ഇവനാണല്ലോ നാശം, തബ്ബൻ, നാശം ഇവൻ തന്നെയാണ് നാശം എന്നവർ വീണ്ടും പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഇതാ കുന്ത തസ്ഫൂലി, എന്നെ ആക്ഷേപിക്കുന്നവനെ നീ ആത്മാർത്ഥമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ, ഇതാ കുന്ത തസ്ഫൂലി, എനിക്ക് നീ ശുദ്ധീകരിച്ച മനസ്സോടുകൂടി ആത്മാർത്ഥമായാണ് നീ എന്നെ ആക്ഷേപിക്കുന്നതെങ്കിൽ, ജംബുക്ക സ്വാലിഹുൻ, നീ നല്ലവനായ കൂട്ടുകാരനായിട്ടാണ് എന്നെ സമീപിച്ചതെങ്കിൽ, ഇനിയിപ്പോൾ ഞാൻ നബിൻ്റെ പിന്നാലെ കൂടിയതിന് നീ എന്നെ ആക്ഷേപിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, വഖദ് തുഫിഅത് മാ ഖദു, ഈ ആക്ഷേപകരെല്ലാം ഉണ്ടാക്കി കൂട്ടിയ എല്ലാ തീകളും കെടുന്നതായി നിനക്ക് കാണാൻ കഴിയും. അപ്പം നീ തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരും, ഞാൻ പറഞ്ഞ നേരാണെന്ന് നിനക്ക് ബോധ്യപ്പെടും. അവര് ഈ ആക്ഷേപകരുണ്ടാക്കി കൂട്ടിയതെല്ലാം കെട്ടുപോകുന്നതാണ്. കുല്ലുഹും, അവരെല്ലാവരും, ഹർബൻ, യുദ്ധത്താൽ, എനിക്കെതിരെ അവർ ചെയ്യുന്ന എല്ലാ യുദ്ധവും ഇന്നല്ലെങ്കിൽ നാളെ കെട്ടുപോകുന്നതായി നിനക്ക് കാണാൻ കഴിയും. നീ ആത്മാർത്ഥമായി എന്നെ സമീപിച്ചവനാണെങ്കിൽ നോക്കിയിരുന്നോ,
ഇവരെല്ലാം മടങ്ങും, ഇവരെല്ലാം ഇതൊക്കെ തിരിച്ചു മടങ്ങും. സ്വാഭാവികമാണ്. കുറച്ച് ദിവസം അവർക്ക് ആക്ഷേപിക്കൊണ്ടുള്ളൂ, പിന്നെ അവരെന്നെ മടങ്ങും. ശരിയാണ് 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 പറഞ്ഞത്. റളിതു ബിഹി ഇദാ കുൻത തസ്ഫൂലി വജംബുക സ്വാലിഹു ഫഖദ് ത്വാഫിഅത് മാ ഔഖദു കുല്ലുഹും ഹർബാ. ഇദാ കുൻത തസ്ഫൂലി, ശുദ്ധമായ മനസ്സോടുകൂടിയാണ് നീ എന്നെ ഉപദേശിക്കുന്നതെങ്കിൽ, വജംബുക സ്വാലിഹുൻ, നിന്റെ സാമീപ്യം ഒരു സ്വാലിഹായ മനുഷ്യന്റെ സാമീപ്യമാണെങ്കിൽ നീ കാത്തിരുന്നോ. ഫഖദ് ത്വഫിഅത്, കെട്ടുപോകുന്നതാണ്. മാ ഔഖദു, അവര് ഉണ്ടാക്കിക്കൂട്ടിയ എല്ലാ അഗ്നിയും, കുല്ലുഹും അവരെല്ലാവരും ഉണ്ടാക്കിയത് ഹർബൻ, എനിക്കെതിരെയുള്ള യുദ്ധത്താൽ അവരുണ്ടാക്കിക്കൂട്ടിയതെല്ലാം കെട്ടുപോകുന്നതായി നിനക്ക് കാണാൻ കഴിയും. ഇതിനൊന്നും നിലനിൽപ്പുണ്ടാവില്ല. ഞാൻ നബിയെ പ്രേമിച്ചതിൻ്റെ പേരിൽ എന്നെ ആരാക്ഷേപിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ തിരിച്ചു പറയേണ്ടി വരും. നബിയെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു. തൂലസ്സമാനി, ഈ ദീർഘമായ കാലം നബിയെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വദീനിഹി, അവിടുത്തെ ദീനിനെ കൊണ്ടും. റബ്ബി, എൻ്റെ റബ്ബിനെ കൊണ്ടും. ഇലാഹി, എൻ്റെ ഇലാഹായ. ഖദ് റളീതു ബിഹി, ആ റബ്ബിനെ കൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. റബ്ബൻ, റബ്ബായ നിലയിൽ. അല്ലാഹും റസൂലും എനിക്ക് മതിയാകും. ഫഹസ്ബി ഇലാഹി, എനിക്കെൻ്റെ ഇലാഹു മതി. ലം അറും നഫഅ ഗൈരിഹി, വേറൊരാളുടെ ഉപകാരം ഞാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. അപ്പം ഞാൻ നബിയെ തൃപ്തിപ്പെടുത്തുന്നത് അള്ളാഹു എനിക്ക് മതിയായത് കൊണ്ടാണ്. അള്ളി റസൂലേ ഉണ്ടാവുള്ളൂ. നബിയെ ഒരാൾ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ അവൻ്റെ പിന്നിൽ ആരും ഉണ്ടാവില്ല. അള്ളി റസൂൽ മാത്രമായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒറ്റപ്പെട്ടു പോകും. ഫത്തൂബാലിൽ ഓറബാ, ഒറ്റപ്പെടാൻ തയ്യാറുള്ളവർക്ക് സ്വാഗതം എന്നാണ് മുസ്തഫ നബി പറഞ്ഞത്. അപ്പം നമുക്കൊക്കെ ആളുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോളും നമ്മൾ നബിൻ്റെ കൂടെ അല്ല. നബിൻ്റെ കൂടെ ആണെങ്കിൽ ആളുണ്ടാവില്ല. ഇപ്പം നിങ്ങളെ വീട്ടിൽ നബിയുടെ ദീൻ നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളെതിരാവും, കുട്ടികളെതിരാവും, ഇക്കാക്കെതിരാവും, കാക്കാൻ്റെ പെണ്ണുങ്ങൾ മൂത്തച്ഛി എതിരാവും, ഇത്താത്ത എതിരാവും, ഇത്താത്തൻ്റെ ഭർത്താവ് എതിരാവും, കുട്ടികളെതിരാവും, കുടുംബം എതിരാവും, കൂട്ടെതിരാവും, ബാപ്പ എതിരാവും, ഉമ്മ എതിരാവും, ഒക്കെ എതിരാവും. അതേ സമയത്ത് നിങ്ങൾ യൂറോപ്പിലെ കാര്യങ്ങൾ പേരിൽ തൃപ്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ബാപ്പയിടക്ക് എന്താ പറയുക, ഓന് കുറച്ച് അന്തണ്ട്. സത്യം. യൂറോപ്പിലെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പേര് നടപ്പിലാക്കണമെങ്കിൽ എല്ലാം പറയും. എൻ്റെ കുട്ടി ഏതായാലും ഓനൊരു അന്തമുള്ള കുട്ടിയാണ്, അവൻ അന്തണ്ട്, അൽഹംദുലില്ലാ, ലേശം അന്തണ്ട്. അപ്പം അമ്മ ഒരു ഭാഗത്തുനിന്ന് പറയും, മോനെ പ്രസവിക്കാൻ 4 മാസമായപ്പോൾ നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞതാണ് നമുക്ക് ആ കുട്ടീനെ കളയാം, ഒഴിവാക്കാം. ഇപ്പോൾ കഴിഞ്ഞ കുട്ടീനെ ഇപ്പോൾ പ്രസവിച്ചിട്ടല്ലേ ഉള്ളൂ, പിന്നെ ഞാൻ പിടിച്ച പിടിയാൽ നിന്നിട്ടാണ്. ഇപ്പം എങ്ങനെ ഉണ്ടായി? അപ്പോൾ എന്താ പിന്നെയും പറയാം, നമ്മളൊരു ഭാഗ്യം ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായത്. യൂറോപ്പിൽ നടപ്പിലാക്കുന്നവൻ ആണെങ്കിൽ അതേ സമയത്തോ മദീനത്തെ കാര്യം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, അന്നൊക്കെ എനിക്കുണ്ടായ എന്തൊരു ഗുരുത്തക്കേടാണോ. അതന്നെ, അത് ഉറപ്പ്. നമുക്ക് ആളുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, നമ്മൾ നബിൻ്റെ മാർഗത്തിലല്ല. ഫത്തൂബാലിൽ ഉറബാ, ഒറ്റപ്പെട്ടു പോകാൻ തയ്യാറുള്ളവർക്ക് സ്വാഗതം എന്നാണ് നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുമില്ലാതെയാണ് ഇത് തുടങ്ങിയത്, ആരുമില്ലാതെയാണ് ഇത് അവസാനിക്കുക. ആരും ഉണ്ടാവില്ല, ജനങ്ങളുണ്ടാവും, നബിൻ്റെ പാളുണ്ടാവില്ല, ഇസ്ലാമിൻ്റെ പാളുണ്ടാവും. ഇസ്ലാമിൻ്റെ പാളുണ്ടാവും. ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയിൽ മുഴുവനും ഉണ്ടാവും. സമ്മേളനത്തിനൊന്നും സ്ഥലം മതിയാവില്ല, ഒക്കെ ഉണ്ടാവും. ആരപ്പം ഉണ്ടാവില്ല, നബിൻ്റെ ഒപ്പം ഉണ്ടാവില്ല. അങ്ങനെയാണ്. فحسبي إلهي لهم لمرم نفع غيره ولا غيره أخشى فحسبي به حسبا. ഫഹസ്ബി, എനിക്ക് മതി, ഇലാഹി, എൻ്റെ ഇലാഹിലം അറും, ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നഫഅ ഗൈരിഹി, അല്ലാഹു അല്ലാത്ത ഒരാളുടെ ഉപകാരത്തെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. വലാ ഗൈറഹു, വേറൊരാളുടെ ബുദ്ധിമുട്ട് ഞാൻ ഇല്ല. അക്ഷ, ഭയപ്പെടുന്നത് ഞാൻ വേറെ ആൾ ബുദ്ധിമുട്ട് ഭയപ്പെടുന്നുമില്ല. ഗൈറ്, ബുദ്ധിമുട്ട്, നീ വേറെ ആളിനെ ബുദ്ധിമുട്ടാക്കുക, എനിക്ക് ഭയപ്പെടുന്നുണ്ടോ? ഇല്ല. ജിന്നെ ബുദ്ധിമുട്ടിച്ചോ? ഫഹസ്ബി ബിഹി, എനിക്ക് അല്ലാഹു മതിയാവും. ഹസ്ബൻ, മതിയാകൽ ഞാൻ, എനിക്ക് അല്ലാഹു മതിയാവും.
അതുകൊണ്ടാണ് ഞാൻ അള്ളാഹിൻ്റെ അബ്ദിൻ്റെ പിന്നാലെ കൂടിയത്. അള്ളാഹ്ക്കൊരു അബ്ദേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫയാണ്. പിന്നെ فحسبي إلهي لم أرم نفع غيره ولا غيره أخشى فحسبي به حسبا. അർത്ഥം മനസ്സിലായില്ലേ? ഫഹസ്ബി, എനിക്ക് മതി, ഇലാഹി, എൻ്റെ ഇലാഹ്. ലം അറും, ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നഫഅ ഗൈരിഹി, അല്ലാഹു അല്ലാത്ത വേറൊരാൾ ഉപകാരം ചെയ്യുമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വലാ ഗൈറഹു, മറ്റൊരാളുടെ ബുദ്ധിമുട്ടിനെയും ഇല്ല. അക്ഷ, ഞാൻ ഭയപ്പെടുന്നതായിട്ട്. ഫഹസ്ബി, എനിക്ക് മതി, ബിഹി, എൻ്റെ റബ്ബ് തന്നെ, റബ്ബിനെ കൊണ്ട് മതി, ഹസ്ബൻ, മതിയാകൽ ഞാൻ. അലൈഹി, ആ നബിയുടെ മേലുണ്ടാകട്ടെ സ്വലാത്തുൽ ഹഖ്, ഹഖ് തആലയുടെ സ്വലാത്തുണ്ടാകട്ടെ, ഫീ കുല്ലി ലഹ്ളത്തിൻ, ഓരോ നിമിഷത്തിലും. മുത്തശ്മലു, ആ സ്വലാത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ അസ്വാജൻ, അവിടുത്തെ ഇണകളെ. തസ്തഗ്രിഖു, അത് മൂടുകയും ചെയ്യട്ടെ അസ്വഹബ, അവിടുത്തെ സഹവാസികളെ, സ്വഹാബികളെ, അത് മൂടുകയും ചെയ്യട്ടെ. അതായത് ആ സ്വലാത്ത് അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ അസ്വഹാബിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ. പിന്നെ സഹൗതു അനിൽ ഗൈദിൽ ഹിസാനി വലാ അസ്ഹു അനിൽ മുസ്തഫൽ മുഖ്താരി മൻ നഹബഹു അൻഹു സഹ അൻ മഹ അൻ ഫുആദി കുല്ല ഗൈരിൻ വഇന്നഹു യുസബ്ബിതു ഫീഹിൽ ഹഖ വൽ ഹഖ് ലാ യമഹു ഫഇൻ കാസറൽ അഖ്വാമു അക്സറുഹും ബിഹി ഫബൈഇ വഇൻഫാഖി ലഹു റൗസ് വൽരിബ്ഹു. സഹൗതു, ഞാൻ ബോധമുണർന്നു, അനിൽ ഗൈദി, സുന്ദരി പെണ്ണുങ്ങളെ തൊട്ട്, അൽ ഹിസാനി, അതിമനോഹരികളായ. അവരൊക്കെ ആലോചിച്ച് നടന്നൊരു കാലുണ്ടായിരുന്നു, അതൊക്കെ പട് വിട്ടു. വലാ അസഹു, എന്നാൽ എൻ്റെ ഉറക്കമുണരുകയില്ല, അനിൽ മുസ്തഫ നബിയെ തൊട്ട്. ഞാൻ അവിടെ തന്നെ കൂടും. ഏതാണ് മുസ്തഫ? അൽ മുഖ്താരി, തിരഞ്ഞെടുക്കപ്പെട്ട. മൻ, ഒരാളാണ് ആ മുസ്തഫ. നഹ്വഹു, ആ നബിയുടെ ഭാഗത്തേക്കാണ് അൻഹു ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നബിയുടെ ഭാഗത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് ഞാൻ പോരില്ല. സഹൗത്തു, ഒരാൾ ബോധമില്ലാതെ കിടന്നിട്ട് ബോധം തെളിയുന്നതിനാണ് സഹവ് എന്ന് പറയുക. മഹവ് എന്ന് പറഞ്ഞാൽ ബോധം നഷ്ടപ്പെടുക, സ്വഹവ് ബോധം തിരിച്ചു കിട്ടുക. ബുദ്ധി മാഞ്ഞു പോകലിനാണ് മഹവ് എന്ന് പറയുക. സ്വഹവ് എന്നാൽ ബുദ്ധി മാഞ്ഞു പോവുക, അതിനാണ് മഹവ് അറിയുക. മനസ്സിലായില്ലേ? ബുദ്ധി തിരിച്ചു കിട്ടുക. سحوت عن الغيد الحساني ولا سحو عن المصطفى المختار من نحوه أنحو. സഹൗത്തു, ഞാൻ എൻ്റെ ഉറക്കമുണർന്നു, എൻ്റെ ബോധമുണർന്നു, അനിൽ ഗൈദി, സുന്ദരിയായ പെണ്ണിനെ തൊട്ട്, അൽ ഹിസാനി, മനോഹരികളായ ആ പെണ്ണുങ്ങളെ തൊട്ടൊക്കെ. ഗൈദാഇൻ്റെ ബഹുവചനമാണ് ഗൈദ്. ഗൈദാ സുന്ദരി പെണ്ണ്, അൽ ഗൈദ് സുന്ദരികൾ, അൽ ഹിസാനി മനോഹരികളായ, അഴകുള്ളവരായ. വലാസുഹു, എന്നാൽ എൻ്റെ ബോധമുണരുകയില്ല, അനിൽ മുസ്തഫ നബിയെ തൊട്ട്. ഒരാളുണ്ടല്ലോ, ഒരാള് എന്താ, ഓനിപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ. കുട്ടി സ്കൂളിൽ നിന്ന് പഠിച്ച് വന്ന് പരിനിരുന്നിട്ടും അന്തപ്പെട്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ ഇരുന്നാൽ എന്താ പറയുക, ഓളിപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയാം. ഓളിവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഓളെ ബോധം എപ്പോഴും സ്കൂളിലാണ്. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളോടൊക്കെ സൽക്കാരത്തിന് പോയി, സൽക്കാരമൊക്കെ കഴിച്ച് വലിയ റാഹത്തായി സന്തോഷത്തായി തിരിച്ച് പെണ്ണുങ്ങളെ പെരിയിൽ വിരുന്നിനാക്കിയിട്ട് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് കയറി പെരിയിൽ സിറ്റ് ഔട്ടിൽ അന്തം വിട്ടിരുന്നാൽ അപ്പം അമ്മ പറയാം, ഓനിപ്പോഴും തൽക്കാലത്ത് തന്നെ. മനസ്സിലായെന്ന് പറയും പോലെ ഓനിപ്പോഴും സൽക്കാരത്തിലാണ്, ഓനിപ്പോഴും അമ്മായിമാരുടെ കോഴിക്കാൽമ കിടന്നുറങ്ങപ്പോഴും അങ്ങനെ പറയും. അതാണ് ഇവിടെ പറഞ്ഞതിനർത്ഥം. മനസ്സിലായില്ലേ? സഹൗത്തു, എൻ്റെ ബോധമണ്ഡലം ഉണർന്നു, അനിൽ ഗൈദിൽ ഹൈസാനി, അഴകുള്ള സുന്ദരി പെണ്ണുങ്ങളെ തൊട്ട് എൻ്റെ ബോധമണ്ഡലം ഉണർന്നു കഴിഞ്ഞു. എന്നാൽ വല അസുഹു, എൻ്റെ ബോധമണ്ഡലം ഉണരുകയില്ല, അനിൽ മുസ്തഫ നബിയെ തൊട്ട്. അവിടുന്ന് ഞാൻ പോരൂല.
ഇതിലെ പോണെങ്കിൽ നബിൻ്റെ അടുത്തിരിക്കും. ആരാണ് ഈ നബി? അൽ മുഖ്താരി, തിരഞ്ഞെടുക്കപ്പെട്ടവരായ. മൻ, ഒരാളാണ് ഈ നബി. നഹ്വഹു, ആ നബിയുടെ ഭാഗത്തേക്കാണ് അൻഹു, ഞാൻ സഞ്ചരിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാ അൻഫുആദി കുല്ല വൈരിൻ വഇന്നഹു യുസബ്ബിതു ഫീഹിൽ ഹഖ വൽ ഹഖു ലാ യംഹു. മഹാ, ആ നബി മായ്ച്ചു തന്നു. അൻഫുആദി, എൻ്റെ ഹൃദയത്തെ തൊട്ട് മായ്ച്ചു തന്നു. കുല്ല വൈരിൻ, നബി അല്ലാത്ത എല്ലാവരെയും. അപ്പം എല്ലാവരും നബി എനിക്ക് മായ്ച്ചു തന്നു. ആരെ മായ്ച്ചില്ല? നബിയെ മായ്ച്ചില്ല. നബി എനിക്ക് മായ്ച്ചു തന്നിട്ടുണ്ട്. എൻ്റെ കൽബിൽ നബി കയറി. എൻ്റെ കൽബിൽ നബി കയറിയതോടുകൂടെ ഓയിറൊക്കെയാണ് പാഞ്ഞു. പിന്നെ അവിടെ ആരെയുള്ളൂ? നബിയുള്ളൂ. മഹാ അൻഫുആദി കുല്ല ഗൈരിൻ, ഏത് മറ്റൊരാളെയും. മഹാ അൻഫുആദി, എൻ്റെ ഹൃദയത്തൊട്ട് തൊട്ട് മായ്ച്ചു തന്നു നബി. കുല്ല ഗൈരിൻ, എല്ലാ മറ്റൊരാളെയും നബി മായ്ച്ചു തന്നു. ഈ നബി യുസബ്ബിതു ഫീഹി, ആ ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്തി തരികയും ചെയ്തു. അൽ ഹഖ, ഹക്കിനെ. വൽ ഹഖു ലാ യംഹു, ആ ഹക്ക് ഒരു കാലത്ത് മാഞ്ഞു പോവുകയുമില്ല. കാരണം എൻ്റെ കൽബിൽ ഇപ്പം ആരാ പാർക്കണ്? നബിയാണ്. അതുകൊണ്ട് അവിടെ ഹക്കുണ്ട്. ഞാൻ ഹക്കൊന്നും മാഞ്ഞു പോവില്ല. അതന്നെ, അതാണ് വിലായത്ത്. വിലായത്ത് എന്ന് പറഞ്ഞാൽ കൽബിൽ നബി സ്ഥാപിതമാകലാണ്. നബി കൽബിൽ കയറണം. നബി കൽബിൽ കയറിയ പിന്നെ തീരാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ എനിക്ക് സിഹർ നിലനിൽക്കില്ല. എനിക്ക് സിഹർ ഉണ്ടാവും. പല ആളുകൾ ഇവിടെ വരുന്നത് സിഹർ ആരും അള്ളാഹു റസൂലിനെ കൽബിൽ കയറ്റി പിന്നെ നിൻ്റെ തടിയിൽ സിഹർ നിൽക്കാൻ കഴിയില്ല. അതേ സമയത്ത് ഒരു 10 സ്വലാത്തല്ലെങ്കിൽ പോലും നീ സെൽഫിഷാണ്. നീ ഉദ്ദേശിക്കുന്നത് എൻ്റെ സിഹർ ബാത്തിലാകാനാണ്. മുസ്തഫ നബിക്ക് അനുഗ്രഹം കിട്ടലില്ല. നമ്മൾ സ്വലാത്തില്ലാണ് നമ്മളെ കാര്യം വിചാരിക്കും. എൻ്റെ കടം വീടാൻ വേണ്ടി സ്വലാത്തില്ലാണ്. കടം വീടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വലാത്ത് ചെല്ലിയിരുന്നു എന്ന് വരെ മറക്കും. അങ്ങനെ നസീമൻസി എന്ന് പറയാം. മറന്നു എന്ന് മറക്കുക. ദിവസം ഇപ്പം അതിന് കടം ഉണ്ടായിരുന്നു. ഭയങ്കര 30 കോടിയൊക്കെ കടം ഉള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. 30 കോടി കടമാണ്. അപ്പോൾ നമ്മൾ മൂപ്പരോട് എല്ലാ ദിവസങ്ങളും 5000 സ്വലാത്തിൽ എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് 10,000 ചെല്ലാൻ ധൈര്യത്തിലായിരിക്കണം. ഇനി 10,000 എന്നാണ് മൂപ്പര് ചെല്ലും. 10,000 സ്വലാത്ത് ദിവസം ചൊല്ലിക്കൊള്ളുന്നാണ് മൂപ്പരില്ലു. അങ്ങനെ എന്തായി? കടം വീടി. കടം വീടി കഴിഞ്ഞാൽ ഒക്കെ ലെവലായല്ലോ. പിന്നെ വരുമാനമായി, കാര്യമായോ ഒക്കെ ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്വലാത്ത് 10,000, ഒരാൾ 10,000 സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് മറ്റവനെ പറ്റി പറഞ്ഞാൽ അതൊന്നും കഴിയൂല എന്നവൻ പറയും. 10,000 സ്വലാത്ത് ദിവസം ബാക്കിയുള്ളവരിവിടെ 100 അങ്ങ് ചെല്ലില്ല. 10,000 സ്വലാത്തൊന്നും ഒരാക്കില്ല. അതും ഞാൻ 1000 സ്വലാത്ത് ഇല്ലണോ അവനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. ഓൾക്ക് തന്നെ സിറാത്ത് പാലം കിടക്കാന്നാണല്ലോ ഇപ്പം പറയുന്നത്. അല്ലാതെ ഇപ്പോൾ സിറാത്ത് പാലം കിടന്നിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ പാലല്ല. ഒരു സിറാത്ത് പാലല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ 10 പാലുണ്ടോ? ഒരു പാലം കിടന്നാൽ പോലെ. ശരിയോണയും പറഞ്ഞു. അനക്ക് ഈ പഴഞ്ചന്മാരെ ഭർത്താനും ഈ സുന്നി മൂല്യന്മാരെത്ത് പോയാലുള്ള പരിപാടി അതാണ്. ഓരോന്നോണയും പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാരെ മോട്ടിയിട്ട് കൊണ്ടിറക്കും. 10,000 സ്വലാത്തൊക്കെ ഒരാൾക്ക് നബിക്കെല്ലാം കഴിയൂല. പിന്നുണ്ട് ഞമ്മക്ക്. ഇവനാരാ? 10,000 കടം വന്നപ്പോൾ 10,000 സ്വലാത്ത് ദിവസം ചെല്ലണ. അതെന്തിനാ? കടം തീരാനാ. തീർന്നു. പിന്നെ മറന്നു. എന്ത് മറന്നു? 10,000 സ്വലാത്തൊരു ദിവസം ചെല്ലി എന്നത് പോലും അവൻ മറന്നു. നമ്മൾ നബിക്ക് ഗുണം കിട്ടിയാലും വേണ്ടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നബിക്ക് ഗുണം ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നമുക്ക് നബിക്ക് ഗുണം ചെയ്യണമെന്നല്ല നമ്മൾ ഉദ്ദേശം. നമ്മൾ ഉദ്ദേശം എനിക്ക് വല്ലതും കിട്ടണമെന്നാണ്. നബിക്ക് കിട്ടി, നബിക്ക് കിട്ടിയില്ല, നമുക്കട്ട. മുഹമ്മദിനിൽ വസീലത്തും ഫളീലത്തും റഫിയ. മുഹമ്മദിലേക്ക് വസീലത്തും ഫളീലത്തും കിട്ടണമെന്നാണ് ഇത് ആർക്കണത്. അതൊന്നും എൻ്റെ ഉദ്ദേശത്തിലില്ല. എനിക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, നമുക്ക് അങ്ങനെ വാശിയൊന്നുമില്ല. അതാണ് എൻ്റെ അടുത്തുള്ളത്. വസീലത്തും ഫളീലത്തൊക്കെ ഒന്ന് കൊടുക്കാമെന്നാണല്ലേ. പിന്നെ ഇപ്പം നമ്മൾ പൈമ കൂടേണ്ട ഇടങ്ങേറ് എന്തിനാ?
ഇപ്പം അള്ള പറഞ്ഞ നടക്കാൻ നമ്മളിപ്പോൾ കുറച്ച് വേറെ പറയേണ്ട ആവശ്യമുണ്ട്. അള്ള പറയണ കൊടുക്കണമല്ല. നമ്മളെ കഥ എത്താം. നബിയൊക്കെ അവിടെ രക്ഷപ്പെടും. നമ്മളെ കഥ എന്താ? ഇതാണ് നമ്മൾ മനസ്സിലായത്. സത്യമില്ല, നിങ്ങൾ പറയും. നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന റസൂലുള്ളാഹിക്ക് ഗുണം കിട്ടണമെന്ന് നിയത്തി നമുക്കുണ്ടോ? നമുക്ക് ഗുണം കിട്ടണ്ടേ ഇല്ല. നബിക്ക് ഗുണം കിട്ടിയാൽ നമുക്ക് ഗുണം ഉണ്ടാവും. അതൊരു സിസ്റ്റാണ്. അത് നിന്റെ മാനസികമായ പിന്തുണയാണ്. അപ്പം നീ അതിൻ്റെ ആളായി. ഇപ്പം EMS സിന്ദാബാദ്, EMS സിന്ദാബാദ്, AKG സിന്ദാബാദ്. അതിനെപ്പറ്റി ഞാൻ ആലോചിച്ച് നോക്കാം. EMS ജയിക്കട്ടെ, AKG ജയിക്കട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. എന്തിനാ അങ്ങനെ പറയുന്നത്? ഇജ്ജ് പറഞ്ഞാലേ AKG ജയിക്കുള്ളൂ. EMS സിന്ദാബാദ്, AKG സിന്ദാബാദ്, അങ്ങനെ എൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കുക. EMS സിന്ദാബാദ്, AKG സിന്ദാബാദ്, എൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കുക. എൻ്റെ അർത്ഥം ആലോചിക്കുക. ഈ വാക്കിലൂടെ അവരുടെ ആളാണെന്ന് വരികയാണ്. നിന്റെ ഉപബോധ മനസ്സിലും അത് കൊടുത്തു. ചരിത്രത്തിലും അങ്ങനെ രേഖപ്പെടുത്തിച്ച അവരാളാണ്. അവർക്ക് വിജയം ലഭിച്ചാൽ നിന്നെ ഒഴിവാക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതല്ലേ എൻ്റെ ആധാരം? നിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, ഞാൻ മുഹമ്മദ് നബിൻ്റെ ആളാണ്, ഇജ്ജ് ഗുണം ചെയ്യട്ടെ ചെയ്യുന്ന റബ്ബിനോട് പറഞ്ഞാലേ അള്ളാഹ് ഗുണം ചെയ്യൂ? അല്ല. ഇതെൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ഞാൻ നബിയുടെ ആളാണ്, ചരിത്രത്തെയും ബോധ്യപ്പെടുത്താൻ ഞാൻ നബിയുടെ ആളാണ്. അപ്പോൾ നിനക്കൊരു അർഹത ഉണ്ടാവും നബിയുടെ വിജയത്തിൽ നിന്ന് അനുഭവിക്കാൻ. വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ, ബദറുൽ കമാലിനെ കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിച്ചു. എന്തുകൊണ്ട് സഹായിച്ചു? നിങ്ങൾ ബദറുൽ കമാലിൻ്റെ ആളുകളാണ്, അതുകൊണ്ടാണ് സഹായിച്ചത്. അപ്പം അതന്നെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തിൽ ഖായിമ ഹാതി മുഹമ്മദനിൽ വസീലത വൽ ഫദീല. ഇത് ജയിക്കണ പാർട്ടിക്ക് സിന്ദാബാദാണ് വിളിക്കുന്നത്. ഇത് ജയിച്ച പാർട്ടിയാണ് ഇത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടുക്കാന്ന് പറഞ്ഞാലേ കൊടുക്ക്. അല്ലാഹു തആല വഅതഹു, നീ കൊടുക്കാൻ ഏറ്റല്ലേ, ഇജ്ജ് കൊടുക്ക്. എന്തിനാണത് പറയുന്നത്? ഇജ്ജ് പറഞ്ഞാലേ അല്ലാഹു കൊടുക്കുള്ളൂ. അതിൻ്റെ അടിയിൽ തന്നെ പറയണത് ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, ഇജ്ജ് കൊടുക്കാൻ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ നിൽക്കൂല. പിന്നെ ഇജ്ജ് കൊടുക്കാൻ പറയണത് മനസ്സിലായില്ലേ? നിങ്ങൾ ആ വാക്കുന്ന അർത്ഥം വെക്കി. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ഈ വിളിയുടെ ഉടമക്കാരനായ റബ്ബേ, വസ്സലാത്തുൽ ഖായിമ, ഇനി നടത്താൻ പോകുന്ന നിസ്കാരത്തിൻ്റെ ഉടമക്കാരനായ റബ്ബേ, ആതി മുഹമ്മദൻ, മുഹമ്മദിന് കൊടുക്ക്, അൽ വസീലത്ത് എന്ന അധികാരവും ഫദീലത്ത് എന്ന അധികാരവും ഉബഅസും, അവിടത്തേക്ക് നീ അവിടെ യാത്രയാക്ക്, മഖാം മഹ്മൂദിലേക്ക്. അല്ലതി, എങ്ങനത്തെ മഖാം മഹ്മൂദാണ്? വഅതഹു, അത് നബിക്ക് കൊടുക്കാമെന്ന് നീ കരാർ ചെയ്തതാണ്. പിന്നെ പറഞ്ഞു വർസുഖ്നാ ശഫാഅത്തു, ആ വിജയിച്ച ആളെ ഷഫാഅത്തിൽ നമ്മളൊന്ന് കൂട്ടുകയും ചെയ്യും. ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, പിന്നെ കരാർ ചെയ്താൽ ലംഘിക്കൂല. പിന്നെ ചിന്തനെ പറഞ്ഞു കൊടുക്ക്. മനസ്സിലായില്ല? എന്താണ് ഉറങ്ങുന്നത്? വബഅതു മഖാമ മഹ്മൂദൻ, നബിയെ നീ മഖാം മഹ്മൂദിലേക്ക് യാത്രയാക്ക്. അല്ലദീ വഅതഹു, മഖാം മഹ്മൂദിലേക്ക് നബിയെ ഉയർത്താമെന്ന് നീ കരാർ ചെയ്താണ്. പിന്നെ എന്തിനെ വബഅതു മഖാം മഹ്മൂദൻ ചെയ്യേണ്ട ആവശ്യം? ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, ഇയാളുടെ കരാറോട്ട് ലംഘിക്കൂല. പിന്നെ എന്തിനു പറഞ്ഞു? നിന്റെ ഉപബോധ മനസ്സിനൊരു ഉറപ്പ് കൊടുക്കാൻ, ജയിക്കുന്ന മഖാം മഹ്മൂദിലേക്ക് പോകുന്ന ആളുടെ അനുയായിയാണ് ഞാൻ, ഈ ബാതിൽ പിന്നിൽ കണ്ട സ്വർഗത്തിന്റെ. ജമൽ ചെയ്തിട്ടില്ല, ജമൽ ചെയ്തിട്ടല്ലല്ലോ ചെയ്യുന്നത്, ഞാൻ നേതാവ് ചെയ്തിട്ടില്ല. മനസ്സിലാണ്ട് പറഞ്ഞത് അതല്ലേ? ഇപ്പം ഈ ഉദ്ദേശിക്കുന്ന മുഖ്യമന്ത്രി ഭരണം നടന്ന് കൈമാറ്റം ഉണ്ടായി. ഇനിയിപ്പോൾ പുതിയ സമിതി ഉണ്ടാകുകയാണ്, മന്ത്രിമാരൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇശക്കപ്പെടുന്ന മലബാറിൽ നിന്ന് വണ്ടി കയറുമല്ലോ ഒരു മന്ത്രിസഭ സംഘടിപ്പിക്കുന്ന ദിവസം. എന്ത് ചെയ്യും? ഈ തിരുവനന്തപുരത്തേക്ക് പോകും. എന്നെ കാണുമ്പോഴത്തേനും പോലീസുകാർ മാറിക്കയറ്റി ഇരുത്തി എല്ലാവരും ഇരുത്തും. എല്ലാവരും
എപ്പോൾ ഞാൻ കൊണ്ടോട്ടിന്നാ വരുന്നത്. ഇതിന് ഡൽഹിയിൽ ഇനി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന ഒരു കാലം വരികയാണെങ്കിൽ ഇത് നേരെ അന്നത്തെ ദിവസമാണ് ഡൽഹിക്ക്. എന്നാൽ ജനത പോലീസിനോട് പറയാം ഫ്രം വയനാട്, ഞാൻ ഇവിടുന്ന് വരുന്നത്, വയനാട്. എന്തുകൊണ്ട്? അവിടെ ഇരിക്കാൻ മാത്രം ഒരു യോഗ്യത എനിക്കില്ല. പക്ഷെ എന്തുണ്ട്, ഇത് ജയിച്ച ആളാണ്, എനക്കൊരു സ്ഥാനം കിട്ടേണ്ട ആവശ്യമില്ല. ഇത് 1ാം ക്ലാസ്സിൽ പാഞ്ഞതാ, അല്ലാതെ IAS പാസ്സായ ആളല്ല. ഈ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ബെഞ്ച് മറിഞ്ഞിട്ട് തിരിച്ച് പിന്നെ ഇങ്ങോട്ട് മറിഞ്ഞിട്ടില്ല, അങ്ങോട്ട് പറഞ്ഞില്ല, പിന്നെ ഇങ്ങോട്ട് തന്നെ മറിഞ്ഞു പാഞ്ഞതാ. എന്നാലും എന്നെ കണ്ട അന്ന് കയറ്റിയെത്തും. എന്തുകൊണ്ട്? ജയിച്ച ആളാണ്, ആളാണ്. അപ്പോൾ അബുആത്തു മക്കാം മഹമ്മൂദ്, ഞങ്ങൾ നേതാവിനെ മക്കാം മഹമ്മൂദിന് കയറ്റണം കേട്ടോ, ദിവായത്തോ കയറ്റതൊക്കെ പറഞ്ഞത് തന്നെയാണ്. ഇതിനെ പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളാളുടെ ആളാണ്. അന്ന് ഞങ്ങൾ നരകത്തിൽ കിടക്കൂല. ഞങ്ങൾ പിന്തുണ കൊടുത്ത ആള് സ്വർഗത്തിലെ മക്കാം മഹമ്മദിനെ കയറുമ്പോൾ ഞങ്ങളിങ്ങനെ നരകത്തിൽ ചാടുക, അതുണ്ടാവില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായി? അപ്പം നീ അമൽ ചെയ്തിട്ടില്ല, ജയമലിയാണ് ജയമലിയാണ് എന്ന് നേതാവ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നാ ചെയ്തത്? ലോകം പടച്ച അന്ന് മുതലും ഇന്ന് വരെ അമൽ നിർത്താത്ത ആളാണ് മുഹമ്മദ്. അതുകൊണ്ടാണ് ആൾക്ക് അഹമ്മദ് എന്ന് പേര് കിട്ടിയത്. അമൽ നിർത്താത്ത ആളാണ് മുഹമ്മദ്. തന്നെ പടച്ച അന്ന് മുതൽ അള്ളാഹുവിൻ്റെ ദിക്റിൽ മാത്രമായ ഒരു സാധനം ലോകത്തുണ്ടെങ്കിൽ അത് നൂറ് മുഹമ്മദാണ്. അതിൽ ആ മുടിപ്പ്, ആ നബുൽ ഹംദിയ, ആ ഹംദിയത്തിൻ്റെ ആ മുടിപ്പ് നിൽക്കുന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് കിട്ടിയ പേരാണ് എന്ത്? അഹമ്മദ്. ഹംദ് നിലക്കന്നല്ല ഒരു സമയത്തും ഹംദ് നിലക്കൂല, നിലക്കേയില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ ആളാണ് നിന്റെ നേതാവ്. മനസ്സിലായില്ലേ? അപ്പം നിനക്ക് കമ്മിൻ്റെ ആയിക്കോട്ടെ, പക്ഷെ നേതാവിലേക്ക് ചേർന്നില്ലേ? മനസ്സിലാവണ്ട പറഞ്ഞു. അങ്ങനെ തന്നെ. ഇപ്പം ഭാര്യ മന്ത്രിയായ ദിവസം ഭർത്താവ് വന്നാൽ ഓനെ പിടിച്ച് ചവിട്ടിയിട്ട് പുറത്താക്കോ? മനസ്സിലായില്ല? ഭാര്യ മന്ത്രിയാകാണ്. ചില ഭാര്യമാരൊക്കെ മന്ത്രിയാകില്ലേ? പഠിച്ചവനെ ഇവരോടാണ് എന്നത് പറയാം. ചില ഭാര്യമാർ മന്ത്രിയാവും. അന്ന് ഭർത്താവ് എന്നാൽ ഭർത്താവിന് 4ാം ക്ലാസ് വിദ്യാഭ്യാസം, അലിഫ് എന്ന് പറഞ്ഞാൽ പടി എന്നാണോ? ഓൻ എന്ത് ചെയ്യും? മന്ത്രിയുടെ തൊട്ടടുത്ത കസേരയിലിരുത്തും. ഓനെ കാണുമ്പോൾ IAS ഓഫീസർമാരും IPSമാരും ഇവനാരാ? 4ാം ക്ലാസ്സിൽ നിന്ന് പാഞ്ഞതാ. പക്ഷെ ഇവനാരാണ്? ആ മന്ത്രിമാർ കെട്ടിയിട്ടുണ്ടവനെ. അപ്പം അവനെ തള്ളാൻ പറ്റില്ല. തള്ളിയാൽ പോലീസുകാരൻ ജയിലിടും. അതാണ് പ്രശ്നം. ഇവൻ എന്തേ ഉള്ളൂ? ഇവന് 4ാം ക്ലാസ് എന്ന് പറഞ്ഞതാ. അങ്ങനെ തന്നെ. അതന്നെ. അതേസമയത്ത് തൊലാക്ക് എല്ലിട്ട് പിന്നാണെങ്കിൽ ഓനെ അവിടെ കാണാൻ പറ്റില്ല. മന്ത്രി ഭാര്യയായിരുന്ന മന്ത്രി, എക്സ് ഭാര്യ മന്ത്രിയാണ്. ദിവസം ഭർത്താവ് അതിൻ്റെ ടെൻറ്റിൻ്റെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ സംശയാസ്പദമായി മന്ത്രിയുടെ പഴയ ഭർത്താവിനെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു വരുന്നു. ലോക്കപ്പിൽ എന്തുകൊണ്ട് ഓൻ ബോംബിടാൻ വന്നതാണോ? എന്തുകൊണ്ട് ഓൻ ഭാര്യയെ മുറിച്ചിട്ടുണ്ട്, ഇനി പറ്റൂല. അതാണ് നിങ്ങൾ ബദറുൽ കമാലിൻ്റെ ഒപ്പം ഉറച്ചുനോടി നിന്ന് നിങ്ങൾ തലാഖിൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആ ടെൻറ്റ് കയറ്റു. നമ്മൾ സ്വർഗത്തേക്ക് മാത്രം പണിയെടുത്തില്ല എന്ന്. അതിന് സ്വർഗത്തേക്ക് പണിയെടുക്കേണ്ട ഉത്തരവാദിത്തം എനക്കല്ലല്ലോ. ആർക്കാണ്? നേതാവിനല്ലേ. നേതാവിന് അള്ളാഹു പടച്ച മുതൽ ഇന്ന് വരെ പണി നിർത്തിയിട്ടല്ലേ. ഇന്നലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. ശരീരം ഉറങ്ങിയാലും ഇന്നലോ കൽബൻ, കണ്ണുറങ്ങിയാലും ആ കൽബ് അള്ളാഹുവിലാണ്, ഒരിക്കലും ഉറങ്ങൂല. അങ്ങനത്തെ കൽബുള്ള ആളത്. അപ്പം എന്താ കൽബ് ഉറങ്ങാത്തത്? കൽബിന് സദാസമയവും സഹവ, അതിന് മഹവയില്ല. സദാസമയം അത് ആരിലാണ്? അള്ളാഹുവിലാണ്. അതാ നേതാവ്. പിന്നെന്താ? അള്ളാഹു തല തോഫിയൊക്കെ തരട്ടെ. ആ നബിയെ പിടിച്ചുകൊള്ളിയാൽ തന്നെ. നബിയൊക്കെ മാറ്റി എന്ത് ചെയ്യാൻ പോയാൽ എവിടെയും എത്തൂല.
നബിയെ മാറ്റിച്ചെറിച്ച് വെച്ച് ഗൂഗിളിനെ ആശ്രയിച്ചു. 300 മീറ്റർ കഴിഞ്ഞാൽ വലത്തോട്ട് തിരിയുക, 200 മീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. എൻ്റെ നബി പിന്നെ ആരായി? ഗൂഗിളായി. നബിനെ ഒഴിവാക്കി. പിന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണ് ചെയ്യും. നിസ്കാരം, നോൻപ്, ഹജ്ജ്, സക്കാത്ത് ഇതൊക്കെ ചെയ്ത് നിസ്കരിച്ച് അള്ളാൻ്റെ തെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗൂഗിളിൽ അടിക്കുക. ഗൂഗിൾ അടിച്ചടിച്ചടിച്ച അവസാനം ഗൂഗിൾ തന്നെ പോയിക്കൊണ്ട് തള്ളിയിടും. 300 മീറ്റർ കഴിഞ്ഞാൽ വലത്തോട്ട് തിരിയുക, 200 മീറ്റർ കഴിഞ്ഞാൽ വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിയുക അറിയും. അവസാനം പോയി ചാടും. പറഞ്ഞ മനസ്സിലായോ? അതിനൊന്നും നിൽക്കണ്ട, ജാര പിന്നാലെ കൂടിക്കോ. മുത്ത് മുഹമ്മദ് മുസ്തഫ അതാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. മഹാ അൻഫുആദി കുല്ല ഗൈരിൻ വഇന്നഹു യുസബ്ബിതു ഫീഹിൽ ഹഖ്ഖ വൽ ഹഖ്ഖു ലാ യംഹു. മഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ചു തന്നു, അൻഫുആദി എൻ്റെ ഹൃദയത്തെ തൊട്ട് കുല്ല ഗൈരിൻ എല്ലാ മറ്റുള്ളവരെയും, വഇന്നഹു നബി യുസബ്ബിതു ഫീഹി എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു, വൽ ഹഖ്ഖ ഹഖ്ഖിനെ, വൽ ഹഖ്ഖു ഹഖ്ഖാകട്ടെ ലാ യംഹു ഒരു കാലത്തും മാഞ്ഞു പോവുകയുമില്ല. വഇൻ കാസറൽ അഖ്വാമു അക്സറുഹും ബിഹി ഫബൈഇ വഇൻഫാഖി ലഹു റഅ്സു വൽബഹു. വഇൻ കാസറൽ അഖ്വാമു ജനങ്ങളെല്ലാം നബിയെ പ്രശംസിച്ച് പറയാൻ എത്രയെത്ര മുന്നോട്ട് വന്നാലും അക്സറുഹും ബിഹി അവരെ കൂട്ടത്തിൽ നബിയെ പ്രശംസിക്കുന്ന ആൾ എന്നും ഞാനായിരിക്കും. ആര് വന്നാലും എൻ്റെ കൊടുക്കത്തൂല. എന്തുകൊണ്ട്? എനിക്ക് നബി അല്ലാത്തൊരാളില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഒന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അത്രയും വലിയ ആളാണ് ഇബ്രാഹിം നിയാസ് കൗലഖി. 1 2 ഞാൻ രണ്ടാമത്തെ അർത്ഥം വെച്ചുതരാം. ഇപ്പോൾ ഒരു ഭർത്താവിന് ഒരു ഭർത്താവിന് 4 ഭാര്യയുണ്ട് സങ്കല്പിക്കുക. 4 ആളും ഈ ഭർത്താവിന് വേണ്ടി സേവനം ചെയ്യുന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കും എന്താ തോന്നുക? മൂപ്പർക്ക് വേണ്ടിയിട്ട് അവൻ പകലും അധ്വാനിക്കുന്ന ആള് അത് ഞാനാണ്. എന്താണ്? അത് ആത്മാർത്ഥൻ്റെ അവസാനമാണ്. എൻ്റെ മേലെ ആ മനുഷ്യന് ഉപകാരം ചെയ്തെടുക്കാൻ ഒരാൾക്ക് കഴിയൂല അത്രയും ആത്മാർത്ഥം ഉണ്ടാവും. ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. കിതാബിലേക്കൊക്കെ فإن كاثر الأقوام أكثرهم به فبيعي وينفاقي له الرأس والإبح. രാത്രി കുറച്ച് നേരമെങ്കിലും ഇത് ചെല്ലണം. തറാവീഹ് കഴിഞ്ഞിട്ടാണെങ്കിലും, അത്താഴത്തിന് എണീറ്റിട്ടാണെങ്കിലും, തഹജ്ജുദ് കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ. ജനങ്ങളെല്ലാം എത്ര പെരുപ്പിച്ച് പറഞ്ഞാലും, അക്സറുഹും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പെരുപ്പിച്ച് പറഞ്ഞാൽ, നബിയെ കൊണ്ട് ഏറ്റവും പെരുപ്പിച്ച് മദ്ഹ് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. ഫബൈഇ എൻ്റെ കച്ചവടവും വഇൻഫാഖി എൻ്റെ ചെലവഴിക്കലും ലഹുർ റഅ്സു വൽരിബ്ഹു ലഹു നബിക്കാണ്. അർ റഅ്സു മൂലധനവും വൽരിബ്ഹു ലാഭവും. എൻ്റെ എല്ലാം നബിക്കാണ്. എൻ്റെ മൂലധനവും നബിക്കാണ്, എൻ്റെ ലാഭവും നബിക്കാണ്. ലഹു ആ നബിക്കാണ് എന്ത്? ഫബൈഇ എൻ്റെ കച്ചവടവും വഇൻഫാഖി എൻ്റെ ചെലവഴിക്കലും ലഹു എല്ലാം നബിക്കാണ്. അർ റഅ്സു അതിൻ്റെ മൂലധനവും നബിക്കാണ്. വൽരിബ്ഹു എൻ്റെ ലാഭവും നബിക്കാണ്. ഒക്കെ നബിക്കാണ്. പിന്നെ ശിതാഇ വസൈഫി ദഹ്റ ദിക്റു മുഹമ്മദി ഫയൻജാഹു ഖസ്തി നിഅമ ദാലികുമുൻ നജ്ഹു. ശിതാഇ വസൈഫി എന്ന് എൻ്റെ ശൈത്യകാലവും, വസൈഫി എൻ്റെ വേനൽക്കാലവും, അദ്ദഹ്റ കാലം മുഴുവനും ദിക്റു മുഹമ്മദിൻ ഞാൻ മുഹമ്മദിനെ പറയലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് വേനൽ വർഷമൊന്നുമില്ല. എൻ്റെ പണി എപ്പോഴും എന്തെന്നെ നബിയെ പറയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടൊക്കെ അങ്ങനെ ഇരുന്നു കുട്ടികളെ. എന്തും തെങ്ങിൻ്റെ മരത്തിൽ കൂടെ നടക്കും സലാത്തിൽ, പാടത്തിന് വരുമ്പോൾ കൂടെ നടക്കും സലാത്തിൽ, കന്ന് പൊട്ടും സലാത്തിൽ, കണ്ടതാ ബതക്കും സലാത്തിൽ. പിന്നെ ഒരു ഫാക്ടം പോസ് 20 പൊട്ടാസ് ഒന്നുമില്ല, അടിച്ചു വളരും ആ കൃഷി. കാരണം ആ കൃഷി ഇട്ടപ്പോൾ മുതൽ എന്തുണ്ട്? സ്വലാത്തുണ്ട്. അത് റഹ്മത്തുൽ ലിൽ ആലമീൻ്റെ കൃഷിയാണ്. ആ കൃഷിയിലൊരു ഭാഗം ഉണ്ടാവും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുത്തി നെയ്ച്ചോറ് വെച്ചിട്ട് അതുകൊണ്ട് മൗലിദ് ഓതിക്കണം.
അതിനൊരു കണ്ടാലുണ്ടാവും. അല്ലെങ്കിൽ ആണി തട്ടി തിരിച്ചിട്ട് ആ ആണിയിലെങ്കിലും നല്ല നെയ്ച്ചോറിൻ്റെ നെല്ല് നട്ടുപിടിപ്പിക്കും. എന്തിന്? അത് പാടത്തുനിന്ന് കൊയ്തെടുത്തത് അരി വാങ്ങാൻ അവർക്ക് കയ്യായിട്ടല്ല. അതായത് നമ്മളെ പാടത്ത് കൊയ്ത നെല്ല് കൊണ്ട് അരിയാക്കി നെയ്ച്ചോറ് വെച്ചിട്ട് മൗലിദ് ഓതിക്കണം. നമ്മൾ അധ്വാനിക്കണം. നമ്മളെ പുരയിൽ വളർത്തിയ ഒരു കുട്ടിക്ക്, ഒരു കാളക്കുട്ടിക്ക് 2 വയസ്സായപ്പോൾ നമ്മൾ ഉളുഹിയ്യത്ത് വളർത്തി കൊണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തു. അങ്ങനെ വേറെ വാങ്ങിയാൽ ഇതിനകത്ത് ആത്മാർത്ഥ ബന്ധം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും അതിനെ തീറ്റി പോറ്റി വെള്ളം കൊടുത്ത് അതിനെ നെറ്റി ഒഴിഞ്ഞു കൊടുത്ത് അതിൻ്റെ കൊമ്പ് ഭംഗിയാക്കി കൊടുത്ത് അതിൻ്റെ മേലെ എണ്ണ തേച്ച് ഇങ്ങനെ കൊണ്ടിടക്കുന്ന കാളക്കുട്ടികളുണ്ടാവും. എന്നിട്ട് ആ കാളയാണ് പിന്നെ എന്ത് ചെയ്യുക? ഉളുഹിയ്യത്ത് അറുക്കുക. ഹൃദയത്തിൽ അത്രയും ബന്ധപ്പെട്ടതാണത്. ഏതുപോലെ ഇബ്രാഹിം നബിയാണത്. ഇബ്രാഹിം നബി പണിയാണ്. അല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയ പോത്തിനെ ഉളുഹിയ്യത്ത് ഇറക്കുമ്പോൾ അവിടെ ഇബ്രാഹിം നബിയായിട്ട് ബന്ധം ഉണ്ടാവണില്ല, തിരിഞ്ഞിട്ടില്ല. അവനാ പോറ്റി വളർത്തുക ഏറ്റവും സുന്നത്താണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണെങ്കിൽ പോലും ഒരാഴ്ചയെങ്കിലും അതിനെ എന്ത് ചെയ്യണം? പോറ്റണം. ഹൃദയമായി തന്നെ അതിന് ബന്ധപ്പെടുത്തണം. അപ്പം അതിന് വലിയ ഏതുപോലെ ഇബ്രാഹിം നബി ചെയ്തതുപോലെ താൻ പോറ്റി വളർത്തിയ കുഞ്ഞിനല്ലേ അടുക്കാൻ കൊണ്ടായത്. അപ്പോഴേ ഇബ്രാഹിം നബി ആവുള്ളൂ. മറ്റു കച്ചവടക്കാരനാണ്. പഴയ കാലത്ത് എന്തുണ്ടെന്നറിയോ? പാടത്തൊരു കണ്ടം, അതിന് വേണ്ടി ഒരു ആണിയെങ്കിലും വെട്ടി തിരിച്ച് അതിൽ നെയ്ച്ചോറിൻ്റെ നെല്ല് നട്ടുപിടിപ്പിച്ച് അത് കൊയ്ത് എന്നിട്ടത് കുത്തി ചേറ്റി പാറ്റി എന്നിട്ട് അതുകൊണ്ട് നെയ്ച്ചോറ് വെച്ച് മൗലിദ് കഴിച്ച് ജനങ്ങൾ വീട്ടിലുള്ള കോഴി, ഇറച്ചിയൊന്നും വാങ്ങലുണ്ടാവില്ല, കോഴി ഒരു 2, 3, 4, 5 കോഴിനെ പിടിക്കും. കോഴി എല്ലാ പേരിലും ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു 4, 5 നാടൻ കോഴിനെ പിടിക്കുക. നാടൻ എന്ന വാക്ക് അന്നില്ല. അന്ന് നാടനില്ല, അന്ന് ഒരു കോഴിയേ ഉള്ളൂ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇപ്പം നാടൻ മാറി. അപ്പം ഞാനും മിനിഞ്ഞാന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ ഒരു കുട്ടിയുണ്ട്, ഭക്ഷണം പത്രത്തെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്ത് കോഴിയാണ്? അപ്പോൾ ആ കൂടുതൽ കുട്ടി പറഞ്ഞു, ഇത് സാധാരണ കോഴിയാണ് എന്ന്. അപ്പം സാധാരണ കോഴി എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മനസ്സിലായില്ല. ഇത് സാധാരണ കോഴിയാണ്, ഇത് സാധാരണ കോഴി തന്നെയാണ്, ഇത് സാധാരണ കോഴിയാണ് എന്ന് പലവട്ടം പറഞ്ഞു. അപ്പം ഞാൻ അപ്പം മുതലേ എൻ്റെ തല തിരിഞ്ഞ്, ഇതും ബ്രോയിലറാണ് ലഗോണാണ് എന്നല്ല പറയണത്, ഇത് സാധാരണ കോഴിയാണ്. അതായത് ഇപ്പോഴത്തെ സാധാരണ കോഴി എന്താണ്? ഇതാണ്. മറ്റത് അസാധാരണ കോഴിയാണ്. എന്ത്? നാടൻ കോഴി. ഭക്ഷണം നോമ്പർക്കായിരിക്കുക. അപ്പം ഭക്ഷണം കഴിക്കും, ഇതെന്താണ് കോഴി? ഇത് സാധാരണ കോഴിയാണ് ഉസ്താദേ. ഒരു ചിടുങ്ങ് ചെറുക്കന്, ഒരു 8 10 വയസ്സേ ഉള്ളൂ. ഓനെ പറയുന്നത് ഇത് സാധാരണ കോഴി, അത് സാധാരണ കോഴിയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം നാടൻ തന്നെ എന്തായി? ഇപ്പം നാടൻ കോഴി ഏതാ? സാധാരണ ലഗോൺ കോഴി, ബ്രോയിലർ. മറ്റത് അസാധാരണ കോഴി. അതായത് അതിനാണ് വരികയാണെങ്കിൽ തന്നെ ഒരു കാട്ടുപോത്തൊക്കെ വരുന്ന മാതിരിയാണ്. അതൊരു അസാധാരണ ജന്തുവാണ്. എന്ത്? നാടൻ കോഴി. പഴയ കാലത്ത് നമ്മളെ വീടുകളിലൊക്കെ നിറച്ച് കോഴികളുണ്ടാവും. ഒരു 4 5 കോഴിയെ കൂട്ടിന്ന് വിടൂല. വെള്ളം തണ്ണിനും ഇതാദ്യമൊക്കെ വേറെ ഒരു കൊട്ടൻ്റെ ചോട്ടിലിട്ട് 10 മണിയാവും, 9 മണി, 6 മണി, 7 മണിക്ക് മൊല്ലാക്കാനെ കൊണ്ടുവന്ന് ആ 5 കോഴിനെ എന്ത് ചെയ്യും? അറുത്ത് അതിനൊക്കെ തോല് ഒളിച്ച് വൃത്തിയാക്കി അതുകൊണ്ട് നല്ല ഉഷാറായി തേങ്ങ അരച്ച് കറി വെച്ച് ഈ പാടത്തുണ്ടാക്കിയ അരി കൊണ്ട് നെയ്ച്ചോറ് വെച്ച് ജനങ്ങളൊക്കെ മോല് ചോദിക്കും. ഒക്കെ നമ്മൾ അനുഭവിച്ചതാണ്. ഒരു തുണ്ടിറച്ചി പുറത്തുനിന്ന് വാങ്ങൂല ഈ കോഴി. ഇതൊക്കെ ഞാൻ കണ്ടതാണ്. ഇതൊക്കെ നമ്മളെ തറവാട്ടിലാണ്. എന്തിനാണ് അവർ അതൊക്കെ ചെയ്തത്? ഇത് കണക്കാക്കിയിട്ടാണ് ആ കോഴിനെ വളർത്തുന്നത് തന്നെ. ചില കോഴിനെ എന്ത് ചെയ്യും? മൊയ്തീൻ ഷേഖിൻ്റെ ആണ്ടിനെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ വേറെ കോഴി ഉണ്ടാവും, അത് റബീഉൽ ആഖിറിൽ ഇറക്കും. അത് മൊയ്തീൻ ഷേഖിൻ്റെ ആണ്ടിനുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയിലാക്കാലൊക്കെ. മറ്റേ റിഫായ് ഷേഖിൻ്റെ ആണ്ടിനെ ഇറക്കാൻ വേണ്ടി വേറെ കോഴി ഉണ്ടാവും, അത് റിഫായ് ഷേഖിൻ്റെ ആണ്ടിനുള്ളതാണ്. അതിനെ ഇറക്കും. എന്നിട്ട് എന്ത് നാം ഉച്ചത്തിനെ ഇറക്കുക. ഇതിൻ്റെ ബർക്കത്ത്, ഇതിൻ്റെ കൂലി ആർക്കും കിട്ടണം. ഇത് ഞാൻ ആർക്ക് കൊടുത്തതാണ്?
ദാനം ചെയ്യാൻ വേണ്ടി റിഫായി ഷേഖിന്റെ പേരിൽ സാധുക്കൾക്ക് ദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇറച്ചിയുള്ളത്. എന്നിട്ട് മൗലിദ് ഓതിയിട്ട് റിഫായി മൗലിദ് ഓതി അല്ലെങ്കിൽ മൊയ്തി മൗലിദ് ഓതിയിട്ട് എന്ത് ചെയ്യും? നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കും, കൂടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അതിൻ്റെ റിഫായി ഷേഖിൻ്റെ മേൽ ദ്വാർക്കും ചെയ്യും. റബ്ബെ ഞങ്ങൾ കഴിച്ചതും ഞങ്ങൾ ഓതിയതും ബഹുമാനപ്പെട്ട ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ദുആ ചെയ്യും. ഇല്ലേ? അതൊക്കെ പറയേ ഇല്ലേ? റബീഉൽ അവ്വലാണെങ്കിൽ അതിന് വേണ്ടി കോഴിനെ വേറെ ഉണ്ടാവും. 5, 6, 7 കോഴിയൊക്കെ മാറ്റി വെക്കും. അത് നല്ല പൂവൻ, നല്ല കണക്കാക്കിയ വലിയ പൂവൻ കോഴി. അതിനങ്ങനെ വേറെ അന്ന് റബീഉൽ അവ്വൽ 12-നോ 13-നോ എന്നാണോ മൗലിദ് അന്നത് കൊട്ടൻ്റെ ചുവട്ടിലിട്ട് നേരത്തെ എടുത്ത് അതിന് അരി കൊടുത്ത് അതിന് വെള്ളം കൊടുത്ത് അതിനെ ക്ലിയറാക്കി എന്നിട്ട് അതിന് വേണ്ടിയുള്ള മൊല്ലാക്ക വന്ന് മൊല്ലാക്ക വന്ന് അതിനെ അറുത്ത് മൊല്ലാക്കാക്കും എന്തെങ്കിലും ഒരു പൈസ ഒക്കെ പൊരുത്തപ്പെടുത്തി കൊടുത്ത് ഭക്ഷണത്തിന് മൊല്ലാക്കാനെ വിളിച്ച് എല്ലാവരും കൂടി മൗലിദ് ഓതി ഈ ഭക്ഷണം കഴിക്കും. 10, 100, 150, 200 ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടതാണ്. അതൊക്കെ ഹബീബായ നബിക്ക ഉറക്കെ പറയാതെ ശിഫാ ശിതാഇ വസൈഫി ദഹ്റ ദിക്റു മുഹമ്മദി. എൻ്റെ ശൈത്യകാലവും എൻ്റെ വേനൽക്കാലവുമെല്ലാം അദ്ദഹ്റ എല്ലാ കാലത്തും ദിക്റു മുഹമ്മദിൻ മുഹമ്മദിൻ്റെ ദിക്റാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയൻജാഹു ഖസ്ദി നിഅമ ദാലികുമുൻ നജ്ഹു. എൻ്റെ ഉദ്ദേശം വിജയിക്കും. നിഅമ ദാലികുമുൻ നജ്ഹു. ആ വിജയം വല്ലാത്തൊരു വിജയം തന്നെയായിരിക്കും. ആ വിജയം വല്ലാത്തൊരു വിജയമാണ്. ഞാൻ വിജയിക്കന്നെ ചെയ്യും. എന്തുകൊണ്ട്? ഞാൻ ഹബീബായ നബിയെ പറയുന്ന ആളാണ്. വേനൽ വർഷമില്ല എനിക്ക്, എന്നും നബിയെ പറയുന്ന പണിയാണ് എനിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബാനി മുറാദി ഫീഹി നഹ്ജൻ മുഖവ്വമാ സയതീഹി മിന്നിൽ മദ്ഹു മിൻ ബഅദിഹിൽ മദ്ഹു. ഹബാനി എനിക്ക് വെറുതെ ദാനമായി നൽകിയിരിക്കുന്നു. മുറാദി എൻ്റെ ഉദ്ദേശം, ഫിഹി നബിയിലുള്ള എൻ്റെ ഉദ്ദേശം എനിക്ക് ദാനമായി നൽകിയിരിക്കുന്നു. നഹ്ജൻ മുഖവ്വമൻ ഒരു 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 നേരെയാക്കപ്പെട്ട. എന്തിലാണ്? സിറാത്ത് മുസ്തഖീമിലാണ്. എൻ്റെ നാവ് നബിയിലേക്ക് പോണില്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥൻ ആരായിരിക്കും? ഇബ്ലീസ്. നിസ്കാരം നോമ്പൊക്കെ ഉണ്ടാവും, പക്ഷെ ദിക്ർ മുഹമ്മദ് ഉണ്ടാവില്ല. ഇന്നിപ്പോ നമുക്ക് അവിടെയാണ്. ഇന്നിപ്പോ നമ്മളെ നിയന്ത്രിക്കണ ആരാണ്? ഇബ്ലീസ്. നമുക്ക് നിസ്കാരം നോമ്പുണ്ട്, എന്തില്ല? ദിക്ർ മുഹമ്മദ് ഇല്ല. ദിക്ർ മുഹമ്മദ് ഉണ്ടായാലേ നഹ്ജ് മുഖവ്വം കിട്ടുള്ളൂ. അയ്യുൽ അമാലി അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് സിദ്ദീഖിനോട് ചോദിച്ചപ്പോൾ അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുക തന്നെ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ സിദ്ദീഖിന്റെ ചുണ്ടിൽ സദാസമയം ആരാളുള്ളത്? അപ്പോൾ സിദ്ദീഖ് നേരായ മാർഗത്തിലാണ്. അപ്പൊ സിദ്ദീഖിനെ ആര് മോശാക്കിയോ അവരൊക്കെ തെറ്റായ മാർഗത്തിലാണ്. സിദ്ദീഖിനെ നിസാരപ്പെടുത്തുന്നവരുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഷിയാക്കൾ പല വിഭാഗങ്ങളുണ്ട്. ഷിയാക്കളിൽ വലിയൊരു വിഭാഗം സിദ്ദീഖ് റളിയല്ലാഹു ആക്ഷേപിക്കുന്നവരാണ്. സിദ്ദീഖ് റളിയല്ലാഹു ആക്ഷേപിക്കുന്നവർക്ക് ദീനുണ്ടാവില്ല. കാരണം സിദ്ദീഖ് റളിയല്ലാഹു ആര് ലയിച്ചതാണ്? സുലൈ ലയിച്ചതാണ്. സിദ്ദീഖിനേക്കാൾ നിസ്കരിക്കാൻ കഴിയും, സിദ്ദീഖാൻ കഴിയില്ല. സിദ്ദീഖ് ലയിച്ചു. ഒരാൾക്ക് നിസ്കാരം മനുഷ്യനെ, ഖുർആൻ തന്നെ മനുഷ്യനെ പേപ്പിക്കൂല. നിസ്കാരം പേപ്പിക്കാതിരിക്കണം. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഒരാൾ ഖുർആൻ കൊണ്ട് പേക്കൂലേ? നിസ്കാരം കൊണ്ട് പേക്കും. ഖുർആൻ കൊണ്ട് പേച്ചാൽ പിന്നെ നിസ്കാരം കൊണ്ട് പേക്കൂലേ? മനസ്സിലായില്ലേ? എന്തുകൊണ്ട് പേക്കൂല? റസൂലുള്ളാഹിനെ കൊണ്ട് പേക്കൂല. റസൂലുള്ളാഹിനെ കൊണ്ട് പേക്കുമെന്നൊരു വാക്ക് ഖുർആനിലില്ല. സിദ്ദീഖിനേക്കാൾ നിസ്കരിക്കാൻ കഴിയും, പക്ഷെ സിദ്ദീഖാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം സിദ്ദീഖിന് എന്തല്ലാതല്ല ദിക്ർ മുഹമ്മദ്. അതുകൊണ്ട് സിദ്ദീഖിന് നഹ്ജ് മുഖവ്വമാണ്, നേരെയാക്കപ്പെട്ട മാർഗത്തിലാണ്. ആര്? സിദ്ദീഖ്. അപ്പൊ ആര് സിദ്ദീഖിനെ ആക്ഷേപിച്ചോ അവര് മോശമാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ കറക്റ്റാണ് ഈ വർത്താനം. ഹബാനി മുറാദി ഫീഹി നഹ്ജൻ മുഖവ്വമാ സയതീഹി മിന്നിൽ മദ്ഹു മിൻ ബഅദിഹിൽ മദ്ഹു. ഹബാനി എനിക്ക് നൽകി മുറാദി എൻ്റെ ഉദ്ദേശം, ഫീഹി നബിയിലുള്ള എൻ്റെ ഉദ്ദേശം എനിക്ക് നൽകിയിരിക്കുന്നു. നഹ്ജൻ ഒരു മാർഗത്തെ, മുഖവ്വമൻ നേരെയാക്കപ്പെട്ട ഒരു മാർഗത്തെ എനിക്ക് നൽകി. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഒരാൾ നബിയിലാണെങ്കിൽ അയാൾ നേർമാർഗത്തിലാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്വലാത്തിയല്ലേ? അല്ല,
ഓനെല്ലാ സമയവും നബിയെ പറ്റിയാണെങ്കിൽ നേരായ മാർഗത്തിലാണ്. കാരണം അവിടെ പിന്നെ ആർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പിശാചിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. സദാസമയം ഒരാൾ നബിയിലാണെങ്കിൽ, വാക്കായാലും പ്രവൃത്തിയായാലും മദ്ഹാണെങ്കിലും സ്വലാത്താണെങ്കിലും സുന്നത്താണെങ്കിലും രീതിയാണെങ്കിലും എല്ലാം ഹബീബായ നബിയിലാണോ അവനെ പേപ്പിക്കാൻ ബിലീസിനില്ല. ഹബാനി എനിക്ക് നൽകി മുറാദി, എൻ്റെ ഉദ്ദേശം ഫീഹി നബിയിലുള്ള ഉദ്ദേശം എനിക്ക് നൽകിയിരിക്കുന്നു. നഹ്ജൻ ഒരു മാർഗത്തെ, മുഖവ്വമൻ നേരെയാക്കപ്പെട്ട ഒരു മാർഗത്തെ നൽകിയിരിക്കുന്നു. സയ്യത്തിഹി മിന്നി അതുകൊണ്ട് എന്നിൽ നിന്ന് വരും അൽ മദ്ഹു നബിയെ പറ്റിയുള്ള മദ്ഹ്, മിൻ ബഅദിഹി അതിനുശേഷം പിന്നെയും വരും അൽ മദ്ഹു മദ്ഹന്നെ. അപ്പോൾ എന്നിൽ നിന്ന് മദ്ഹ് വന്നുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ നബിയെ കൊണ്ട് രക്ഷപ്പെട്ട ആളാണ്. എനിക്ക് നേർമാർഗം കിട്ടിയത് ആരെ കൊണ്ടാണ്? അപ്പോൾ എന്നിൽ നിന്ന് എപ്പോഴും എന്ത് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ബദരീങ്ങൾ ജയിച്ചത് ബദറുൽ കമാലായ ഹബീബ നബിയെ കൊണ്ടാണ്. പിന്നെ താബിയങ്ങൾ ജയിക്കുന്നത് ആരെ കൊണ്ട് തന്നെയാണ്? ഇന്നലെ ഒരു ഹദീസ് ഞാൻ കാണിച്ചെന്നല്ലോ നിങ്ങൾക്ക് ഇല്ലേ? സുമ്മ യഅതി ഫി ആം യഗ്സു ഫി ആം മിൻ الناس فيقال هل فيكم من صاحب رسول الله فيقال لهم فيقال نعم فيفتح له ثم يأتي زمان فيغزو في آم من الناس فيقال هل فيكم من صاحب رسول الله فيقال نعم فيفتح لهم ثم يأتي زمان فيغزو في آم من الناس فيقال هل فيكم من صاحب رسول الله റസൂലുള്ളാഹിനെ കണ്ടോരാരെങ്കിലും ഇവിടെ കിട്ടാനുണ്ടോ? അപ്പോൾ അയാളെ കൊണ്ടുവരും, അയാളെ കൊണ്ടും അവർക്ക് വിജയം കിട്ടും. അപ്പം ഈ ആളൊക്കെയുള്ള ബന്ധം എന്താ? ഇയാൾ നബിയെ കണ്ടോരെ കണ്ടിട്ടുണ്ട്. അപ്പം നബിയെ കൊണ്ടാണ് വിജയം കിട്ടുന്നത്. അപ്പം ഒന്നാമത്തെ ബദറുൽ കമാലിനെ കൊണ്ടാണ് കിട്ടിയത്. താബിയങ്ങൾക്ക് വിജയം കിട്ടിയത് ആരെ കൊണ്ട് തന്നെയാണ്? ബദറുൽ കമാൽ ആ ഹബീബ നബിയെ കൊണ്ടാണ്. അതാണ് ബദറുൽ കമാൽ. ഇന്ന് നിങ്ങൾക്ക് വിജയം കിട്ടുകയാണെങ്കിലും അതും ആരെ കൊണ്ട് തന്നെ? മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹിയോട് സിദ്ദീഖുൽ അക്ബറിന്റെ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യാണ് സ്വഹാബികൾ. അന്ന് വകാന ശിആറുഹും യൗമയിദിൻ വ മുഹമ്മദാ, അവർ ഇത് വിളിച്ചാണ് യുദ്ധത്തിന് പോയത്. വ മുഹമ്മദാ വ മുഹമ്മദാ വ മുഹമ്മദാ. അന്ന് രണ്ട് കൂട്ടരാ, മുഹമ്മദിന്റെ ആളും മുസൈലിമത്തിന്റെ ആളും. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ മുസൈലിമ ലഅനത്തുല്ലാഹി അലൈഹിക്കെതിരെ പടപൊരുത സിദ്ദീഖിന്റെ പട്ടാളം. അവർ വിളിച്ചത് ആരെയാ? അന്ന് റസൂലുള്ളാഹി ജീവിച്ചിരിപ്പില്ല. പക്ഷെ വിജയം ആരിലൂടെ വരൂ? റസൂലുള്ളാഹിയുടെ വരൂ. അവർ ജയിക്കുകയും ചെയ്തു. ശത്രുക്കൾ വലിയ ശക്തരാണ്. 21,000 കലാൽ പട്ടാളമാണ് മുസൈലിമക്കുണ്ടായിരുന്നത്. എത്ര? 21,000. 21,000 കാലാൽ പട്ടാളം. എന്നിട്ട് അവരെ മലർത്തി അടിച്ചു സ്വഹാബികൾ. എന്തുകൊണ്ട്? അവരെ കൂടെ ആരുണ്ട്? അല്ലാഹുവിന്റെ ഹബീബുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ ഹബാനി മുറാദി ഫീഹി നഹ്ജൻ മുഖവ്വമാ സയതീഹി മിന്നിൽ മദ്ഹു മിൻ ബഅദിഹിൽ മദ്ഹു. എന്നും അല്ലാഹുവിന്റെ റസൂലന്നെ ബദറുൽ കമാൽ എന്നും ബദറാണ്, ഇന്നും ബദറാണ്, ഇന്നും ബദറാണ്. ബദറുണ്ടോ? എന്നും ബദറാണ്. വഹസ്സീനു തുർസി ബിസ്സിഫാതി സിഫാതിഹി വലിമഖവലും ഫിൽ മുസ്തഫാ ലസിൻ ഖുഹു. വഹസ്സീനു ഞാൻ ഭംഗിയാക്കുന്നു, തിർസി എൻ്റെ മുന്നിലുള്ള കടലാസിനെ, ബിസ്സിഫാതി ചില വിശേഷണങ്ങൾ എഴുതിയിട്ട്, സിഫാതിഹി അതായത് നബിയുടെ വിശേഷണങ്ങൾ. വഹസ്സിനു ഞാൻ ഭംഗിയാക്കുന്നു, തിർസി എൻ്റെ മുന്നിലുള്ള കടലാസിനെ, ബിസ്സിഫാതി ചില വിശേഷണങ്ങൾ എഴുതിയിട്ട്, അതായത് സിഫാത്തിഹി റസൂലുള്ളാഹിയുടെ വിശേഷണം എഴുതിയിട്ട് എൻ്റെ കടലാസിനെ ഞാൻ ഭംഗിപ്പെടുത്തുന്നു. വലി എനിക്കുണ്ട് മിഖ്വലുൻ ഒരു വാക്ക്, ഫിൽ മുസ്തഫ നബി ലസിനുൻ ഖുഹു ഏറ്റവും മനോഹരമായ സാഹിത്യ ഭംഗിയുള്ള വാക്കാണ് ഞാൻ നബിയിൽ പറയുക. എന്തുകൊണ്ടാണ് എനിക്ക് നബിയിൽ ഏറ്റവും സാഹിത്യ ഭംഗിയുള്ള വാക്ക് പറയാൻ കഴിയുന്നത്? അത് ആരെ പറ്റിയുള്ള വാക്കാണ്? നബിയെ പറ്റി വാക്ക് പറഞ്ഞാൽ അത് സാഹിത്യമായി വരും. ഒരാൾ റസൂലുള്ളാഹിനെ പറ്റി പ്രസംഗിക്കുകയാണെങ്കിൽ ആ പ്രസംഗം കേൾക്കാൻ ആളുകൾക്ക് ഭംഗിയുണ്ടാവും. ഇന്നും അങ്ങനെയാണ്. ആണോ? അല്ലേ? നിങ്ങൾ എന്ത് വേണം പറഞ്ഞാലും അതിനേക്കാൾ ജനങ്ങൾക്ക് ചൊറുക്കുമെന്ന് ആണോ? അല്ലേ? ഇന്നും അങ്ങനെയാണ്. നിങ്ങൾ എന്ത് വേണം പറഞ്ഞാലും ജനങ്ങൾ ഉറങ്ങിയാലും റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോൾ ജനങ്ങൾ ഉറങ്ങില്ല. ഈമാൻ തരുമ്പുള്ളവനും ഉറങ്ങില്ല.
ഈ മല്ലത്തിന് ഉറങ്ങാൻ കഴിയില്ല. ആർക്കും ഉറങ്ങാൻ കഴിയില്ല. ആർക്കും 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 ഉറങ്ങാൻ കഴിയില്ല. ആർക്കും ഉറങ്ങാൻ കഴിയില്ല. നമ്മുടെ തിരുതൂതർ പുസ്തകത്തിൻ്റെ 1-ാം ഭാഗം അലക്സാണ്ടർ ജേക്കബ് സാറിന് അയച്ചു കൊടുത്തിരുന്നു. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്ത ചെറുപ്പക്കാരനുണ്ട് ഇവിടെ അടുത്ത്. അദ്ദേഹത്തെ വിളിച്ച് പ്രശംസ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഞാൻ വിളിച്ചു. അപ്പോഴും വളരെ സന്തോഷം പറഞ്ഞു. ഞാൻ ഫുൾ ടൈം ഇരുന്ന് വായിച്ച് പഠിക്കുന്നതാണ് എന്ന് പറഞ്ഞു. 2 ആഴ്ച കൊണ്ട് ഞാൻ തീർത്തിട്ട് അറിയിക്കാം എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ആലോചിക്കും. ഇത് ആരെപ്പറ്റിയുള്ള പുസ്തകം? റസൂലുള്ളാഹിനെ പറ്റി. ഒരു നന്മ മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ആ മനുഷ്യന് നബിയെ മറക്കാൻ കഴിയില്ല. അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു നന്മ മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നബിയെ നിസ്സാരപ്പെടുത്തില്ല. ഒരു മതക്കാരനും നന്മ കൈവശമുള്ള എത്രയോ മഹാന്മാരായ വലിയ വലിയ ഋഷിമാർ നബിയെ പ്രശംസിച്ചു. കഴിഞ്ഞ 1400 കൊല്ലത്ത് എത്ര ഹിന്ദു നേതാക്കന്മാർ. ഞാനെന്താ ആ പുസ്തകത്തിലുണ്ട് നബിയെപ്പറ്റി വാതോരാതെ എഴുതിയ ക്രിസ്ത്യാനികളുടെ ചരിത്രം. 1995 പോലും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ നബിയെപ്പറ്റി എഴുതിയ മദ്ഹിൻ്റെ ലേഖനം, അതിവിശാലമായ ലേഖനം. അങ്ങനത്തെ ലേഖനം മുസ്ലിങ്ങൾ പോലും ഇറങ്ങിയിട്ടുണ്ടാവില്ല. അത്ര പ്രവിശാലമായ ലേഖനം. ആ ലേഖനം തിരുതൂതർ പുസ്തകത്തിൻ്റെ 1-ാം ഭാഗത്തിൻ്റെ പുസ്തകം ആ ലേഖനമുണ്ട്. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ നബിയെപ്പറ്റി എഴുതിയ ലേഖനം, എന്നെഴുതിയ ലേഖനം, ഇപ്പോൾ എഴുതിയത്. ആ AD 7-ാം നൂറ്റാണ്ടിൽ എഴുതിയ ലേഖനവും അതിലുണ്ട്. AD 20-ാം നൂറ്റാണ്ടിൽ എഴുതിയ ലേഖനവും ആ പുസ്തകത്തിലുണ്ട്. ആരെഴുതിയത്? മുസ്ലിങ്ങളല്ല. എന്തുകൊണ്ട്? മനസ്സിൽ നന്മയുള്ള ഒരാൾക്ക് നബിയെ നിസ്സാരപ്പെടുത്താൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഒരു പ്രഭാഷണം ഭംഗിയാകണമെങ്കിൽ അത് നബിയെ പറ്റി പറയണം. ഒരു പാട്ട് ഭംഗിയാകണമെങ്കിൽ നബിയെ പറ്റി പറയണം. നബിയെ പറ്റിയൊരു പാട്ട് ചിലപ്പോൾ ഭാഷാപരമായ തെറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ജനങ്ങൾ കേട്ട് കാര്യം. സാഹിത്യത്തിൻ്റെ ഭംഗികളൊക്കെ ഉണ്ടാവും, പക്ഷെ നബിയെ പറ്റിയാവുമ്പോൾ ജനങ്ങൾ കാര്യം. സത്യല്ലേ? പറയും. ഭാഷാപരമായ തെറ്റൊക്കെ ചിലപ്പോൾ ആ പാട്ടിലുണ്ടാവാം, പക്ഷെ ജനങ്ങളത് കേട്ട കാര്യം. നമ്മളും കഴിയും, നമുക്ക് വേദന ഒന്നും. സത്യല്ലേ പറഞ്ഞത്? അതന്നെ, അത് നബിയുടെ പ്രത്യേകത, നബിയുടെ മാത്രം പ്രത്യേകതയാണ്. അത് നബിയുടെ മാത്രം പ്രത്യേകതയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഷക്ക് വരെ ഒരു മുഅ്ജിസത്ത്, ഭാഷക്ക് വരെ ഒരു മുഅ്ജിസത്ത് ഉണ്ടാവും റസൂലുള്ളാഹിനെ പറ്റി. ഇല്ല ഇല്ല. വഹസ്സീനു തുർസി ബിസ്സിഫാതി സിഫാതിഹി വലി മിഖ്വലുൻ ഫിൽ മുസ്തഫാ ലസിനുൻ ഖുഹൂഹു. വഹസ്സിനു ഞാൻ ഭംഗിയാക്കുന്നു തിർസി എൻ്റെ മുന്നിലുള്ള കടലാസിനെ ബിസിഫാത്തി ചില വിശേഷണങ്ങൾ എഴുതിക്കൊണ്ട്. സിഫാത്തി അതായത് ഹബീബാ നബിയുടെ വിശേഷണങ്ങൾ. വലി എനിക്കുണ്ട് മിഖ്വലുൻ ഒരു വാക്ക്, ഫിൽ മുസ്തഫാ നബിയിൽ എനിക്കൊരു വാക്കുണ്ട്, ലസിനുൻ ഭാഷാപരമായ, ഖുഹുൻ ഏറ്റവും മനോഹരമായ, ഏറ്റവും സാഹിത്യമുള്ള, ഏറ്റവും സാഹിത്യ ശ്രേഷ്ഠമായ ഭാഷയാണ് നബിയിൽ ഞാൻ പ്രയോഗിക്കുന്നത്. എന്തേന് കഴിഞ്ഞ് നബിയെ പറ്റിയാണ്. സ്വാഭാവികമായി സാഹിത്യം വരും. ഇബ്രാഹിമേ, നിനക്കെന്താ നഷ്ടം? എന്ന് പ്രശംസ ചൊരിയുകയല്ലേ ആരുമേൽ? അലൈക യാ മുഹമ്മദ്, മുസ്തഫ നബിയെ നിങ്ങളെ മേലല്ലേ ഈ ഇബ്രാഹിം പ്രശംസ ചൊരിയുന്നു. ഇബ്രാഹിമിന് എന്ത് നഷ്ടം? ഇവിടെ കവിയെ പറ്റി പറഞ്ഞതാണ്. എന്ത്? ബർഹാം. ബഹുമാനപ്പെട്ട പേര് ഇബ്രാഹിം നിയാസുൽ കൗലഖി എന്നാണ്. ഫമാദ അല ബർഹാമ, ഇബ്രാഹിമിന് എന്താണ്? ഇതിന് എപ്പോഴും പ്രശംസ പാടിക്കൊണ്ട് നടക്കുന്ന ഇബ്രാഹിമിന് എന്ത്? ആരുമേൽ? അലൈക്ക അങ്ങയുടെ മേൽ, യാ മുഹമ്മദ് മുഹമ്മദായിട്ടുള്ളവരെ നിങ്ങളെ മേൽ പ്രശംസ ചൊരിയുന്ന ഇബ്രാഹിമിന് എന്ത് നഷ്ടം വരാനാണ്? മനസ്സിലായില്ലേ? പിന്നെ ഐനൽ മദ്ഹി, മദ്ഹിന്റെ ഒറിജിനൽ മദ്ഹിനെ
യാമൻ ഒരുത്തനെ ലഹുൽ ഫത്ഹു, നിനക്കല്ലടോ, അവനല്ലേ ഫത്ഹ്. അങ്ങനത്തെ ഒരാൾ മൻ ലഹുൽ ഫത്ഹു, ആ ആൾക്കല്ലേ അള്ളാഹു വിജയം നൽകിയത്. ആ ആളാ, മനസ്സിലായില്ലേ? യാമൻ ലഹുൽ ഫത്ഹു, യാമൻ ലഹുൽ ഫത്ഹു, ആയിട്ടുള്ളവരെ, യാമൻ യാ മുഹമ്മദായിട്ടുള്ളവരെ, യാമൻ ഒരുത്തരായിട്ടുള്ളവരെ, ലഹു ആ ആൾക്കാണ് അൽ ഫത്ഹു, ഈ അഖിലാണ്ട കണ്ട അഖിലാണ്ട കടാഹങ്ങളിലും അല്ലാഹു തആല ഫത്ഹ് വെച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരാളെ, അതായത് മുഹമ്മദായിട്ടുള്ളവരെ, അങ്ങയുടെ മേലാണ് ഇബ്രാഹിം എന്ത് ചെയ്യുന്നത്? പ്രശംസ. പിന്നെ ഇബ്രാഹിമിന് എന്ത് വരാനാണ്? ഒന്നും കൂടി. وماذا على برهام يثني عليك يا محمد عين المدح يا من له الفتح. وماذا على برهام, ഇബ്രാഹിമിന് എന്ത് വരാനാണ്? എന്ത് നഷ്ടം? യുസ്നി, നിങ്ങളെപ്പറ്റി എപ്പോഴും പാട്ടും പാടി നടക്കണ ഇബ്രാഹിമിന് എന്ത് വരാനാണ്? അലൈക്ക, അങ്ങയുടെ മേലല്ലേ, യാ മുഹമ്മദ്, മുഹമ്മദായിട്ടുള്ളവരെ, അങ്ങയുടെ മേലല്ലേ ഈ അരക്കാശിന് പറ്റാത്ത ഇബ്രാഹിം പാട്ടും പാടി നടക്കണത്. ഏത് പാട്ട്? ഐനൽ മദ്, ഒറിജിനൽ മദ്. യാമൻ ഒരുത്തനായിട്ടുള്ള മുഹമ്മദ് നബിയെ ലഹു, ആ ആൾക്കാണല്ലോ അൽ ഫത്ഹു, ഈ അഖിലാണ്ട കടാഹങ്ങളിലും അല്ലാഹു തആല ഫത്ഹ് വെച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ, ഈ പ്രപഞ്ചത്തിലെ ഫത്ഹ് അല്ലാഹു തആല വെച്ചിട്ട് ആ ഹബീബായ നബിക്കാണ്. അങ്ങനത്തെ അങ്ങയുടെ മേൽ പാട്ടും പാടി പ്രശംസിച്ച് നടക്കുന്ന ഇബ്രാഹിമിന് എന്ത് നഷ്ടം വരാനാണ്? ഏത് ബിസയിൽ എറിഞ്ഞാൽ ഇബ്രാഹിമിന് കൊള്ളൂല. കാരണം ഇബ്രാഹിം ഏത് നേരവും ഐനൽ മദ്ഹി, ഒറിജിനൽ മദ്ഹ്, നിങ്ങളെപ്പറ്റി പറയണ പണിയാണ്. പിന്നെ എൻ്റെ ശുദ്ധിയും എൻ്റെ മനസ്സിൻ്റെ ശുദ്ധത എൻ്റെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ശുദ്ധം വരുത്തലും എൻ്റെ ശുദ്ധതയും, ഔൻസി എൻ്റെ ആനന്ദവും, ഇൻ ഖലൗത്തു, ഞാൻ ഒറ്റക്കിരുന്നാൽ ദിക്രിഹി, ആ ദിക്റിന് വേണ്ടിയാണ്. ഇൻ ഖലൗത്തു ലിദിക്രിഹി, ഇൻ ഖലൗത്തു, ഞാൻ ഒറ്റക്കിരുന്നാൽ കിട്ടും, ലിദിക്രിഹി, നബിയെ പറയാൻ വേണ്ടി ഞാൻ ഒറ്റക്കിരുന്നാൽ എനിക്ക് കിട്ടും. എന്ത്? എൻ്റെ ശുദ്ധതയും അപ്പോഴാണ് എനിക്ക് വരിക, ആനന്ദവും. ഞങ്ങളെപ്പറ്റി പാടാൻ വേണ്ടി ഒറ്റക്കണ കുത്തിരുന്നാൽ അപ്പോഴാണ് എൻ്റെ ശുദ്ധീകരിക്കൽ നടക്കുക. സലാത്ത് മനുഷ്യനെ ശുദ്ധീകരിക്കും. മദ്ഹ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. സഫായി, എൻ്റെ ഉള്ളിലെ ശുദ്ധം വരുത്തലും. എനിക്ക് മനുഷ്യൻ്റെ കിബിറു അസദ് പോലത്തെ എല്ലാം എൻ്റെ തടിയിൽ നിന്ന് ഒഴിവായിപ്പോയി. എൻ്റെ തടി ശുദ്ധിയാകലും, ഉൻസി, എൻ്റെ നിർവൃതിയും, ഇനി ഖലൗത്തു, ഞാൻ ഒറ്റക്കിരുന്നാലാണ് കിട്ടാറുള്ളത്. ഇതിരിക്കരി നബിയെ പറയാൻ വേണ്ടി ഞാൻ ഒറ്റക്കിരുന്നാൽ എനിക്ക് എൻ്റെ പ്രോസസ്സിങ്, ശുദ്ധീകരണ പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കും. അവൻ ഒരാൾ റാമ ഉദ്ദേശിച്ചു, തഗ്നീസൽ മുഹിബ്ബി ലഹു, മുഹിബ്ബി, പ്രേമപാചനത്തെ നിർവൃതിപ്പെടുത്താൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ലഹു, അവനല്ലേ അൽ വൈഹു, ഭാഗ്യമായ ഭാഗ്യമെല്ലാം. അവൻ്റെ പ്രേമപാചനം നബിയാണ്. ആ നബിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരാളാണ് ഒരുങ്ങിയാൽ അവനല്ലേ ഭാഗ്യമായ ഭാഗ്യമൊക്കെ, അവനല്ലേ നേട്ടമായ നേട്ടമൊക്കെ, അവനല്ലേ അത്ഭുതമായ അത്ഭുതമൊക്കെ കിട്ടുക. വൈഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, അത്ഭുതം, നേട്ടം എന്നൊക്കെയാണ് പറയാം. ومن رامت إنيس ومن رامت إنيس المحب له الويح صفائه وأنسي خلوت لذكره ومن رامت إنيس المحب له الويح. സഫായി, എൻ്റെ ഉള്ളിലെ ശുദ്ധീകരണവും, ഔൻസി, എൻ്റെ നിർവൃതിയും, ഇൻ ഖലൗത്തു, ഞാൻ ഒറ്റക്കിരുന്നാലാണ് കിട്ടുക. ആർക്ക് വേണ്ടി? ലിദിക്രിഹി, നബിയെ പറയാൻ വേണ്ടി ഞാൻ ഒറ്റക്കിരുന്നാൽ എനിക്കത് കിട്ടും. ഒമൻ, ഏതൊരാൾ റാമ ഉദ്ദേശിച്ചു, തഗ്നീസൽ മുഹിബ്ബി, അവൻ്റെ പ്രേമപാചനത്തെ നിർവൃതിപ്പെടുത്താൻ അവൻ ഉദ്ദേശിച്ചോ, ലഹു, അവനാണ് അൽ വൈഹു, നേട്ടമായ നേട്ടമെല്ലാം, അത്ഭുതമായ അത്ഭുതമെല്ലാം കരസ്ഥമാവുക. പിന്നെ സ്വലാത്തും വതസ്ലീമുൻ അലാ ഖൈരി ഹാഷിമി വആലിൻ വഅസ്ഹാബിൻ ബിഹാ യജ്തലി റൂഹു. സ്വലാത്തും സലാമും അലാ ഖൈരി ഹാഷിം, ഹാഷിം കുടുംബത്തിലെ ഏറ്റവും ഖൈറായ ആൾമേൽ അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കട്ടെ. ലോകത്തെ ഏറ്റവും വലിയ കുടുംബം ഹാഷിം കുടുംബമാണ്. അതിലെ ഏറ്റവും ഖൈറായ ആൾ മുഹമ്മദ്, അവിടുത്തെ ആലിനും വഅസ്ഹാബിൻ ബിഹാ, ബിഹാ, ആ സ്വലാത്ത് കൊണ്ട് യജ്തലി റൂഹു, ഏത് റൂഹും പ്രകാശിക്കും. നിങ്ങൾ റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലിക്കോ, അപ്പം നിന്റെ റൂഹ് പ്രകാശിക്കും. റൂഹ് പ്രകാശിക്കണോ? സ്വലാത്ത് ചൊല്ലിക്കോ. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കാൻ നിത്യാനായിട്ടാലും നിസ്കരിച്ച് കിടക്കണ്ട, 10 സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലെങ്കിൽ മൗലിദിൻ്റെ വീട്
ദിവാനസത്ത് കൊണ്ടുപോയിട്ട് റൂമിൽ തന്നെ തലക്കം പുറത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാ ദിവസവും 20-25 വരി അങ്ങനെ ചെല്ലുക. എപ്പോൾ തഹജ്ജുദിന് ആരും ഉണ്ടാവില്ല, അപ്പം അങ്ങനെ ചെല്ലുക. റസൂലുള്ളാഹിനെ ഓർക്കുക. ഞാൻ അർത്ഥം വെച്ചെന്ന ഏതെങ്കിലും വരികളുണ്ടെങ്കിൽ ആ വരികൾ ഓർത്ത് കരയുക. റസൂലുള്ളാഹിനെ ഓർത്താൽ തന്നെ കാര്യം. റസൂലുള്ളാഹിനെ ഓർത്താൽ കാര്യം. റസൂലുള്ളാഹിനെ ഓർത്താൽ കരയാത്തൊരു കണ്ണുണ്ടോ? റസൂലുള്ളാഹിനെ ഓർത്താൽ ആദ്യമൊക്കെ നമ്മൾ ചെയ്യണം, പിന്നെ നമുക്കത് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ റസൂലുള്ളാഹിനെ ഓർത്ത് ജനങ്ങൾക്ക് അറിയാറുണ്ട് എന്ന് കേട്ടിട്ട് നമ്മൾ മെനക്കെട്ടാൽ മതി. പിന്നെ നമ്മൾ തന്നെ കരയും. കാരണം നമ്മളൊക്കെ ആദ്യം കരയാൻ പറ്റാത്തൊരവസ്ഥ നമുക്കുണ്ടാവും. കാരണം അത്രയും ചേറ് നമ്മളെ കൽബിൽ കിടക്കും. പിന്നെ ശുദ്ധീകരണ പ്രക്രിയ നടന്ന് വരും. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഒറ്റയടിക്ക് കരച്ചിൽ വന്നോളന്നില്ല. പക്ഷേ എന്തുകൊണ്ട് അതിന് മാത്രം ചേറുണ്ടാവും എവിടെ? നമ്മളെ കൽബിൽ. അതായത് ശുദ്ധീകരണ പ്രക്രിയ നടക്കണം. എങ്ങനെ? നബിയെ പറ്റി പാടിയും പറഞ്ഞു. ഞാൻ മോശമാണെങ്കിലും എൻ്റെ നബി മഹാനാണ്. ആകാശവും ഭൂമിയും ഹർഷും കുർസിയും ലോഹും കലമും അള്ളാഹ് പടച്ചത് നബിക്കാണ്. ഞങ്ങളോട് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങൾ എന്ന് പറഞ്ഞാൽ അവരാരാ? ഹർഷൊന്നൊന്നല്ലല്ലോ റസൂലുള്ളാഹിലേക്ക് ചേർത്ത. അത്രയും വലിയ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. അതൊന്ന് പഠിച്ചത് മുഴുവനും ഒന്ന് ചൊല്ലി. على أنني راض بأن قيل جاهل سفيه وإن قالوا فتبا له تبا رضيت به طول الزمان ودينه وربي إلهي قد رضيت به ربا فحسبي إلهي لم أرم نفع غيره ولا غيره أخشى فحسبي به حسبا عليه صلاة الحق في كل لحظة وتشمال أزواجا وتستغرق الصحبا سحوت عن الغيد الحسان ولا أسحو عن المصطفى المختار من نحوه أنحو مع أنف هذه كل غير وإنه يثبت فيه الحق والحق لا يمحو فإن كاثر الأقوام أكثرهم به فبيعي وينفاقي له الرأس والربح شتائي وصيف الدهر ذكر محمد فإن جاه قصدي نعم ذلكم النجح هباني مرادي فيه نهجا مقوما سيأتيه مني المدح من بعده المدح وحسين ترسي بالصفات صفاته ولي مقبل في المصطفى لسن قح وماذا على برهام يثني عليك يا محمد عين المدح يا من له الفتح صفائي وانسين خلوت لذكره ومن رام تأنيس المحب له الويح صلاة وتسليم على خير هاشم وآل وصحاب بها يجتلي الروح يجتلي പ്രകാശിക്കും റൂഹ് പ്രകാശിക്കും. എന്ത് ചൊല്ലിയാൽ? സ്വലാത്ത് ചൊല്ലിയാൽ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് എന്ന് ബിഹാ യജ്തലി റൂഹ് പ്രകാശിക്കും. സ്വലാത്ത് കൊണ്ട് റൂഹ് പ്രകാശിക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. അല്ലാഹുവിൻ്റെ മുത്തഖീങ്ങളും സാലിഹീങ്ങളുമായ അവൻ്റെ ദാസന്മാരിൽ ദാസികളിൽ നമ്മളെ ചേർത്ത് തരട്ടെ. ഈ മജ്ലിസിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, ദൂരെയുള്ള ആളുകൾ, സോഷ്യൽ മീഡിയ വഴിയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു ആ ഒരു തത്ഹീർ, ആ ഒരു ശുദ്ധീകരണം ബിഹാ യജ്തലി റൂഹു, അള്ളാഹിൻ്റെ ഹബീബിനെ പറ്റി പറഞ്ഞാലും കേട്ടാലും റൂഹ് പ്രകാശിക്കുമെന്ന ആ പ്രകാശം അല്ലാഹു തആല അവർക്കും ചൊരിഞ്ഞു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല ചൊരിഞ്ഞു തരട്ടെ. എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്തിൻ്റെ വാതിൽ ചൊരിഞ്ഞു തരട്ടെ. എല്ലാവരെയും അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് റമദാനുൽ മുഹമ്മദിയത്തിൻ്റെ 3-ാം ഭാഗം നാളെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ശനിയാഴ്ച നമുക്ക് വേറെ നമ്മൾ തിരുദൂതരുമായി ബന്ധപ്പെട്ടൊരു പ്രഭാഷണം നടത്തും. തിരുദൂതർ പുസ്തകത്തിൻ്റെ ബന്ധപ്പെട്ടൊരു പ്രഭാഷണം ശനിയാഴ്ച നടത്തും. നാളെ വ്യാഴാഴ്ച
പിന്നെ തിങ്കളാഴ്ച അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ്. നാളെ എത്രയാണ് റമദാൻ മുഹമ്മദിയത് എത്രയാണ്? 3 ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആലയുടെ സഹായത്താൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുറന്ന് കിട്ടണം. അപ്പം നമുക്ക് റമദാനും തുറന്നിട്ടണം. അപ്പോൾ നമുക്ക് റസൂലുള്ളാഹിനെ തുറന്നു കിട്ടണം. റസൂലുള്ളാഹി റഊഫായാലേ അള്ളാഹു നമുക്ക് അഫുവാകുള്ളൂ ഒക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരും. ഇന്നക അഫൂൻ, അഫൂവിലേക്ക് നീ കയറണമെങ്കിൽ റഊഫിലൂടെ കയറണം. നബി റഊഫാണ്. മനസ്സിലായില്ലേ? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ബിൽ മുഅ്മിനീന റഊഫ് ആകണം. ഇവിടെ റഊഫായാലേ അവിടെ അഫുവാകുള്ളൂ. ഇവിടെ റഊഫിലൂടെയും റഹീമിലൂടെയും കയറിയാൽ അള്ളാഹു അഫുവാകും. അല്ലയോ ഇല്ല. ഞാൻ പിന്നെ പറയും ഒക്കെ ഞാൻ ഈ ക്ലാസ് പറഞ്ഞുതരാം. അതാണ് റമദാനുൽ മുഹമ്മദിയത്തിൻ്റെ രഹസ്യങ്ങൾ ആണ് റമദാൻ. അത് കണ്ടെത്തിയിട്ട് അവിടുന്ന് പോകാതെ നിൽക്കണം. എല്ലാവരും ഓടുമ്പോൾ ഓടരുത്. ആലിയം ഓടിയപ്പോൾ ഞാൻ ഓടി എന്നൊരു പാട്ടുണ്ട് പണ്ട്. മനസ്സിലായില്ല? ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ ആലിയം ഓടുന്നത് കണ്ടു. ആലിയം പറഞ്ഞ പണ്ട് എൻ്റെ വാപ്പ പറഞ്ഞ കഥയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇവന് പാഞ്ഞു. അപ്പോൾ വേറൊരാൾ ഇത് കണ്ടു, ഓനും പാഞ്ഞ്. അപ്പോൾ പാഞ്ഞ് അങ്ങനെ പേറ്റും പാച്ചിൽ എല്ലാവരും പായ. എന്തോ ഉണ്ടാവും എന്ന് വിചാരിച്ച് പായാണ്. അപ്പോൾ അവസാനം ഒരു ബിരുദനെ പേര് തടഞ്ഞു നിർത്തി. പേര് കൂട്ടപ്പാച്ചിൽ. എവിടുക്കാതെന്ന് വെച്ചിട്ട് ഒരു വലിയ നാട്ടിലെ വലിയ ആൾ തടഞ്ഞു നിർത്തി. എവിടുക്കായി പായെന്ന് ചോദിച്ചു. അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ ഓൻ പായിന് കണ്ടിട്ടാണ്. മറ്റവൻ പറഞ്ഞു ഞാൻ ഓൻ പായിന് കണ്ടിട്ടാണ്. മറ്റവൻ പറഞ്ഞു അങ്ങനെ അവസാനം അന്നത്തെത്തിയപ്പോൾ ഈ പറഞ്ഞു ഞാൻ ആലിയം ഓടുന്നുണ്ട്. അങ്ങനെ ഓടിയതാണ്. ആലിയമ്മുന് പിരാന്തായതാണ്. ആലിയമ്മന് നേരം വെളുത്തപ്പോൾ പിരാന്ത് തുടങ്ങിയത്. അതിനാണ് ആലിയമ്മ മണ്ടിയത്. അപ്പം ഇജ് വെറുതെ ആലിയമ്മ മണ്ടൂലല്ലോ എന്ന് വിചാരിച്ച് ഇജും മണ്ടി. നമ്മളെ അമലൊക്കെ ഏകദേശം ആലിയമ്മ പാഞ്ഞതാണ്. ആണ്ട് പായി തന്നെ എല്ലാവരും തറാവീനെ. അപ്പം പോണെങ്കിൽ തറാവീനെ നല്ല കുറേ കുതിര വിട്ട് പള്ളിക്ക് കുറേ ഗീബത്തും പറഞ്ഞ് നമീമത്തും പറഞ്ഞ് 20 റക്അത്ത് നിസ്കരിക്കുമ്പോഴത്തേന് 200 റക്അത്തിൻ്റെ ഗീബത്ത് പറഞ്ഞു. അല്ലാതെ ഒന്നും പോരില്ല. പിന്നെ 500 റക്അത്ത് കൊടുത്താലും തീരാത്ത അത്രയും വാട്സപ്പിൽ പെണ്ണുങ്ങളെ തോന്നിയാസങ്ങൾ കണ്ടും ചെയ്തു. കാരണം ഇടയിലൊക്കെ ഇരുത്തത്തിൽ ഇത് മാന്ത്രമണിയാണല്ലോ. എന്നിട്ടാണ് ചെന്ത് വിചാരിക്കുന്നത് ജി എവിടെ തന്നെയാവും അവിടെ ഞാൻ കാണിച്ചു നിൽക്കണേ. നിന്നോടത്ത് നിന്നിട്ട് തുള്ളുക. അള്ളാൻ്റെ അടുത്തേക്ക് സൈറല്ലത്. നിന്നോടത്ത് നിന്ന് തുള്ളുകയാണ്. കാണുന്നവർക്ക് ഇജ് വലിയ ആളാണ്. ഓടുക്കു ചെത്തിയിട്ടില്ല. എന്തുകൊണ്ട് ആലിയം ഓടുമ്പോൾ ഓടുകയാണ്? ആദ്യം റസൂലുള്ളാഹിനെ മനസ്സിലാക്കുക. എന്നിട്ട് പോയി. എന്നിട്ട് ഇതൊക്കെ ചെയ്തോ. തറാവി നിസ്കരിച്ചോ. അതേ റസൂലുള്ളാഹിലേക്ക് പോവാം. റസൂലുള്ളാഹിനെ വലിപ്പത്തിരങ്ങാണ്. എന്നിട്ട് തറാവിനെ വയ്ക്കോ. അല്ലാതെ നാട്ടിൽ ഞാൻ പള്ളി കമ്മിറ്റി കൂടിയാലോ ഇനിയിപ്പോൾ തറാവീന് പോകാതെ വെക്കണം എങ്ങനെയാണ്? അപ്പം എനിക്ക് പള്ളി കമ്മിറ്റി കിട്ടും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ജനറൽ ബോഡി ഇവിടെ അടുത്തതാണ്. നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമ്മളതിൽ കൂട്ടൂല. അപ്പം ജി തറാവീന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ കൂടിയത് കൊണ്ട് ചെയ്യണ്ട. ചിന്തിച്ചോ. ആദ്യം കുറ്റിക്കൽ വന്നു. കുറ്റി റസൂലുള്ളാഹിയാണ്. അത് ബദറുൽ കമാല ഹബീബാ നബിയാണ്. റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ട് ആരൊക്കെ ഇന്നലെ ഒരു ബദരീങ്ങളെ അവിടുന്ന് നേർച്ചക്കെന്ന് കിട്ടിയ ഒരു കഷ്ണം ഇറച്ചി കഷ്ണം ഒരാൾ കഴിച്ചപ്പോൾ ഇതിൻ്റെ റസൂലുള്ളാഹിൻ്റെ ഓർമ്മയാണല്ലോ എന്ന് വിചാരിച്ചാൽ ഓനത് മതിയാവും. ഓൻ്റെ പള്ളൻ്റെ ഉള്ളിലെ തോന്നിയാസം, അവൻ്റെ പള്ളൻ്റെ ഉള്ളിലെ എന്തും തീരാൻ അത് മതി. കാരണം അതിൽ തഅ്ളീമ് മുഹമ്മദ് ഉണ്ട്. നിയ്യത്തിന് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. മനസ്സിലുണ്ടോ? ഇത് ചിലപ്പോൾ ഹിന്ദു കഴിക്കും, അവനും കിട്ടും. വെറുതെ ഒന്നാവില്ല. അത് ബദരീങ്ങളാണ്ടാണ്.
എന്ന് പറഞ്ഞ് ആ ചോറ് വാങ്ങി കഴിക്കണ ഹിന്ദുക്കൾ എൻ്റെ കുട്ടികൾ ഇപ്പം അടുത്ത കാലത്ത് വരെ അടുത്തുണ്ട്. ഞാനൊരാൾ എന്നോട് വന്നിട്ട് എന്തെങ്കിലും സഹായം ബദരീങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നബിദിനം എന്ത് കാര്യത്തിന് വന്ന് ചോദിച്ച് വന്നാൽ ഭക്ഷണം വെക്കണമെങ്കിൽ ഞാൻ പറയും ജാതി മതഭേദമന്യേ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പൈസ തരാം, നീ തരില്ല. അത് ജാതി മതം നോക്കരുത്. കാരണം അതിൻ്റെ ലാഭം ജാതി മതം എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും ഇപ്പോൾ ഒരു റബീഉൽ അവ്വലാണെങ്കിൽ അത് റഹ്മത്തുല്ലിൽ ആലമീനാണ്. അതിൽ ഹിന്ദു ഇല്ല മുസ്ലിമില്ല, ഉണ്ടോ? ഇല്ല, റഹ്മത്തുല്ലിൽ മുസ്ലിമീനല്ല, റഹ്മത്തുല്ലിൽ ആലമീനാണ്. ഇവിടെ അനീതി തകർക്കാനും നീതി സ്ഥാപിക്കാനും എല്ലാ ജനങ്ങൾക്കിടയിലും നീതി സ്ഥാപിക്കാൻ വേണ്ടിയാണ് ബദരീങ്ങൾ അടരാടിയത്. അതിനാണ് നബി വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അവർക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ നബിയിലൂടെയാണ്. അപ്പോൾ ആ ചോറ് ആരും തന്നെ കൊടുക്കണം. അപ്പോൾ അത് കഴിച്ച ഒരു ഹിന്ദുവായ സഹോദരനെ കഴിച്ചപ്പോൾ അയാളുടെ ഉള്ളിൽ നബിയെ ബഹുമാനിക്കലുണ്ടെങ്കിൽ അയാളും വെറുതെ ആവില്ല, ആരും വെറുതെ ആവില്ല. നബിയെ ബഹുമാനിച്ച ഒരാളും വെറുതെ ആവില്ല. ആരും വെറുതെ ആവില്ല. ഇപ്പം ഈ അടുത്ത ദിവസം ഞാൻ എവിടെയൊക്കെ കണ്ട്, ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ ദിവസം അബൂലഹബിന് തിങ്കളാഴ്ച ദിവസം തഖ്ഫീഫുണ്ട്. എവിടെ? നരകത്തിൽ തഖ്ഫീഫുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഹദീസായി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഇമാമിനെ എവിടെയോ ഞാൻ കണ്ടു ഈ അടുത്ത ദിവസം. എന്തേ സുബൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചു. സുറൂറൻ ലമ്മാ സമിഅ മീലാദിൻ നബിയിൽ മുസ്തഫ. അബ്ദുള്ളാക്ക് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സന്തോഷം കൊണ്ട് തൻ്റെ അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചു. ആര്? അബൂലഹബ്. ഈ അബൂലഹബിന് തിങ്കളാഴ്ച ദിവസം ഒരു ചെറിയ തഖ്ഫീഫുണ്ട്, ഒരു ഇളവ്. എന്തുകൊണ്ട്? തിങ്കളാഴ്ച അയാൾ നബിയെ ബഹുമാനിച്ച്, മുഹമ്മദ് എന്ന കുട്ടിയെ ബഹുമാനിച്ച്, അന്ന് നബി അതൊന്നും അറിയില്ലല്ലോ, ആ കുട്ടിയെ ബഹുമാനിച്ച് തൻ്റെ അബ്ദുള്ള എന്നുള്ള തൻ്റെ അനുജന് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്നത് ആ സന്തോഷത്തിലാണ് അയാൾ മോചിപ്പിച്ചത്. അപ്പോൾ അയാൾക്ക് തഖ്ഫീഫുണ്ട് എന്ന് പല ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ വലിയ ആലിമീങ്ങളാണ്. അവർ പറഞ്ഞനുസരിക്കൽ നമുക്ക് ബാധ്യതയാണ്. മനസ്സിലാണ്ട് പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ റസൂലുള്ളാഹിലാണ് സന്തോഷിക്കുന്നത്. അതാർക്കാണെങ്കിലും നേട്ടമുണ്ടാവും. കാരണം റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ആധാരമാണ് ഹബീബായ റസൂലുള്ളാഹി. അത് മനസ്സിലാക്കിയിട്ട് തറാവീഹ് നിസ്കരിക്ക്, അത് മനസ്സിലാക്കി തഹജ്ജുദ് നിസ്കരിക്ക്, അത് മനസ്സിലാക്കി ദുആ നിസ്കരിക്ക്. ഇപ്പം നമ്മൾ ദുആ നിസ്കരിക്കും. എന്ത് മക്കാഫത്തിൻ്റെ ദിവസം റസൂലുള്ളാഹി ദുആ മറന്നില്ല. ഭയങ്കര പ്രതിസന്ധിയുള്ള ദിവസം. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഉമ്മുഹാനീൻ്റെ വീടുണ്ട്, അവിടെ കയറിയിട്ട് എന്ത് ചെയ്ത്? ദുആ നിസ്കരിച്ചു. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ കബിക്ക് തഹജ്ജുദ് നിസ്കരിക്കൽ മുടങ്ങിയതല്ല പ്രശ്നം. വലംതു സുന്നത്തമൻ അഹിയൽ വലാമ ഇലാ അനിഷ്തഖത ഖദമ. കാല് നീര് കെട്ടി വീർത്തിട്ടും തഹജ്ജുദ് ഒഴിവാക്കാത്തൊരു മനുഷ്യനെ ഞാൻ കാണുമ്പോൾ എന്ത് പറയും? അപ്പൊ കബീന്റെ പ്രശ്നം എന്തല്ല, തഹജ്ജുദ് തുടങ്ങിയല്ല. കാലിന് നീര് കെട്ടി വീർത്തിട്ടും തഹജ്ജുദ് മുടക്കാത്ത ഒരാളല്ലേ എൻ്റെ നേതാവ്. പിന്നെ ഞാനിത് എങ്ങനെ ചെയ്യാതിരിക്കുക? അപ്പൊ കവിയുടെ മനസ്സിൽ തഹജ്ജുദ് അല്ല, നബിയാണ്. നമ്മളെ മനസ്സിൽ തഹജ്ജുദാണ്. അതാണ് കവി നമ്മൾ വ്യത്യാസം. ഈ ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞ 5-8 നൂറ്റാണ്ട് കഴിഞ്ഞു പോയാലും മുഴുവനും ബൂസൂരിയെ പ്രശംസിക്കാൻ കാരണം റളിയല്ലാഹു അൻഹു, ബൂസൂരിയുടെ മനസ്സ് മുഴുവൻ ആരാണ്? നബിയാണ്. തഹജ്ജുദ് നിസ്കരിച്ചപ്പോഴും നബിയാണ്. ഒരു രാത്രി തഹജ്ജുദ് മുടങ്ങിപ്പോയി, തഹജ്ജുദ് മുടങ്ങി കവിക്ക്. അപ്പോൾ എഴുതിയതാണ് വലംതു സുന്നതമൻ അഹ്യൽ വലാമ ഇലാ അനിസ്തഖത് ഖദമാ ഉള്ളുറ മിൻ വറമി. വലംതു സുന്നതമൻ, ഒരാളുടെ സുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തുവല്ലോ. അഹ്യൽ വലാമ, ഇരുട്ടുകളെ ആ ആൾ ജീവിപ്പിച്ചു. അനിഷ്തഖത് ഖദമാഹു, ആ കാലുകൾ അന്യായം ബോധിപ്പിച്ചപ്പോൾ പോലും അള്ളുറ മിൻ വറമി, നീര് കെട്ടി വീർത്തിട്ടുണ്ട് എന്ന പ്രയാസം കാലുകൾ പറഞ്ഞിട്ട് പോലും ആ മഹാൻ തഹജ്ജുദ് മുടക്കിയില്ല. അങ്ങനത്തെ സുന്നത്താണല്ലോ തഹജ്ജുദ്. അത് ഞാൻ അക്രമം കാണിച്ചല്ലോ. ആ ആളുടെ സുന്നത്തിന് ഏതാണ് ഇയാൾ? ആ ആൾക്ക് കാല് നീര് കെട്ടി വീർത്തിട്ടും ആ അമൽ മുടക്കിയിട്ടില്ല. അപ്പൊ ആ ആളെ കരുതിയെങ്കിലും ഞാനിത് ചെയ്യണ്ടേ? എന്റെ കൂലിയല്ല. കവിയുടെ പ്രശ്നം എന്താണ്? ഹബീബായ നബിയാണ്. മനസ്സിലായി? ഇവിടുന്ന് നോക്കണം. അവിടുന്ന് തഹജ്ജുദ്, അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് സ്വർഗത്തിൽ വാരി കൂട്ടാനല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം എന്താകണം?
എൻ്റെ റസൂലുള്ള ഒരു രാത്രി മുടക്കാത്തതാണ് രാത്രി നിസ്കാരം, ഞാൻ മുടക്കൂല. എൻ്റെ റസൂലുള്ള മുടക്കാത്തതാണ് ലൂറിന് മുമ്പുള്ള 4 റക്അത്ത്, ഞാൻ മുടക്കൂല. എൻ്റെ റസൂലുള്ള ഒരു കാലത്ത് മുടക്കാത്തതാണ് ലൂറിന് ശേഷം 4 റക്അത്ത്. അതല്ല സ്വർഗം നരകം നോക്കുകയാണെങ്കിൽ ഈ കണക്കൂട്ടി 35 കൊല്ലായാലും ഇപ്പോൾ ലൂറിന് മുമ്പ് 4 റക്അത്ത്. അപ്പോൾ സ്വർഗത്തേക്കൊക്കെ രക്ഷപ്പെടാൻ മാത്രം ഇപ്പോൾ ഇപ്പത്തനായിട്ടുണ്ടാവും. പിന്നെ എനിക്ക് കാലിന് തളർച്ച വരും. അതേ സമയത്ത് ആരിലേക്ക് മടങ്ങും? റസൂലുള്ള 4 റക്അത്ത് നിസ്കരിക്കാതെ ലൂർ നിസ്കരിക്കൂല. അല്ലാ, എൻ്റെ റസൂലുള്ള ചെയ്തതല്ലേ ഞാൻ അങ്ങനെ ഒഴിവാക്കണം. അപ്പം ജീവൻ്റെ തുടിപ്പ് ബാക്കിയുള്ള കാലത്തോളം എനിക്കതിന് കഴിയും. മറ്റേ നിനക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ റബ്ബി ഓഫറിൽ പഠിച്ചോനെ എന്താ പറയുക, കുറേ നിസ്കരിച്ചു ഇപ്പോൾ കാലൊക്കെ വെച്ചാൽ പുറത്തുകൊണ്ട് പറഞ്ഞാൽ മതി. മറ്റേ എനിക്ക് പുറത്തരം കൊണ്ടെന്ന് പറയാൻ തോന്നൂല എനിക്ക് നിസ്കരിക്കാതെ. എന്തുകൊണ്ട്? ഇതിനേക്കാൾ വലിയ രോഗിയായിട്ട് റസൂൽ അത് മുടക്കിയിട്ട് ഇല്ല. അപ്പോൾ ഈ ഒക്കെ ആരിലേക്ക് മടങ്ങ്? സുലയിലേക്ക് മടങ്ങ്. എല്ലാ സുലനക്ക് മടങ്ങ്. ഇതൊരു സാധുവിനെ കണ്ടപ്പോൾ എൻ്റെ പോക്കറ്റിലേക്ക് കൈ പൊന്തിയത് എനിക്ക് സ്വർഗം കിട്ടാനല്ല. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം കൊടുത്ത മനുഷ്യൻ്റെ അനുയായിയാണ് ഞാൻ. എങ്ങനെ കൊടുക്കാക്കുക? ഇതൊരു പള്ളി ഉണ്ടാക്കി. ഇതൊരു പള്ളി ഉണ്ടാക്കിയാൽ തന്നെ എനിക്ക് എന്ത് കിട്ടി? ആത്മാർത്ഥമായിട്ടൊരു പള്ളി ഉണ്ടാക്കിയ എനിക്ക് എന്ത് കിട്ടി? സ്വർഗം കിട്ടി. ഉറപ്പല്ല. സ്വർഗത്തിൽ മണിമാളിക ഒറ്റയ്ക്ക് പിന്നെ സ്വർഗത്തിൽ മണിമാളിക ഉണ്ടാക്കി നരകത്തിൽ കൊണ്ടിടും. ഈ ആത്മാർത്ഥമായൊരു പള്ളി ഉണ്ടാക്കിയാൽ എനിക്ക് എന്ത് കിട്ടി? സ്വർഗം കിട്ടി. കിട്ടിയല്ലോ. ഓനത് മതിയാവും. ഓമ്പിനെ പള്ളിക്കത് പത്തിയാക്കി ചെന്നാൽ കൊടുത്തോളുന്നില്ല. എന്ത് നമുക്കിപ്പോൾ പള്ളിയൊക്കെ നമുക്ക് ആയല്ലോ. ഞാൻ തന്നെയാണ് അതിൻ്റെ കറണ്ട് ബില്ല് അടക്കണത്. വേറൊരു പള്ളിക്കാൻ പറ്റി വന്നാൽ പത്തിയാക്കി സിമൻറ്റ് കൊടുക്കൂല. കാരണം പള്ളിക്ക് മാത്രമൊക്കെ ഇപ്പോൾ നമുക്ക് എന്തുണ്ട്? പള്ളിയുണ്ട്. നിസ്കാരത്തിന് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എക്കാത്തിന് എക്കാത്തുണ്ട്. അതേസമയത്ത് നബി നോക്കിയാണെങ്കിലോ കാന അജുവന്നാസ് ബിൽ ഖൈരി മിന റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം കൊടുത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. യാ പഠിച്ചോനെ കൊടുക്കന്നെ കൊടുക്കും, എന്ത് കിട്ടിയാൽ കൊടുക്കും. അതാണ് എൻ്റെ നേതാവ് എന്നാകുമ്പോൾ എനക്കവിടെ ബാക്കി വെക്കാൻ കഴിയൂല. അപ്പം ഈ പള്ളി മറക്കും, നബിനെ ഓർക്കും. അപ്പം എനിക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല. മനസ്സിലായില്ല? നീ ചെയ്ത കർമ്മത്തിലേക്ക് നീ നോക്കുകയാണെങ്കിൽ ചെയ്തത് മതിയായി എന്ന് എനിക്ക് തോന്നും. നബിയിലേക്ക് നോക്കുകയാണെങ്കിലോ മതിയാവില്ല. എന്തും അങ്ങനെയല്ലേ? എന്താ അങ്ങനെ ഇല്ലാത്ത? എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടിയൊക്കെ ഒരു കോൽമുട്ടായി വാങ്ങിക്കൊണ്ടേ കൊടുത്തു. അത് ശരിക്കും സന്തോഷിക്കുകയാണ്. പിന്നെ നിസ്കരിക്കാൻ നിന്നു, സുന്നത്ത് നിസ്കരിക്കുക. അപ്പോൾ ആ കുട്ടി സാധുവായ കുട്ടി, 8 വയസ്സായ 10 വയസ്സായ എൻ്റെ വരിയിലുണ്ട്. എൻ്റെ മോളൊരു കുട്ടിയുണ്ട്. ഞാൻ വന്നാൽ വരുമ്പോൾ നിസ്കാരം പയ്യിൽ വന്നിരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മളിപ്പോഴത്തെ ആളുകൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ കുട്ടികൾ വന്നാൽ കൈ കൊണ്ട് തട്ടിയിടും. അപ്പോൾ നമ്മളിത് എന്താണ് അതിനെ കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ കൊടുത്ത കോൽമുട്ടായിയാണ് ഇപ്പോഴും അതിൻ്റെ തൊള്ളിയിലുള്ളത്. അപ്പം എനിക്ക് അതിനെ തട്ടിയിട്ടിട്ട് അപ്പോൾ അതിൻ്റെ തള്ളൻ്റെ തള്ളയോ വന്ന് അത് ബാപ്പ കൈ തട്ടിയിട്ട് കരിഞ്ഞാലും ഒരിക്കലും വിഷമം തോന്നില്ല. എന്തുകൊണ്ട്? അത് ബാപ്പ കുട്ടീനോട് ഇഷ്ടമില്ലാത്ത വല്യാപ്പനൊന്നും അല്ല, അത് ആ കുട്ടീൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ആ വല്യാപ്പാൻ്റെ പിന്നെ വാങ്ങിക്കൊണ്ടേ കൊടുത്താനല്ല. അതിനെക്കുറിച്ച് ഇഷ്ടം. നിസ്കാരപ്പയിൽ വന്ന് ഇരുന്ന് കാണണം. അപ്പോൾ അതുകൊണ്ടായിരിക്കും തട്ടിന്ന് ഓൽക്ക് ആശ്വസിക്കുക, നിനക്കും ആശ്വസിക്കുക. എന്നാൽ നിസ്കാരത്തിൽ സ്വന്തം പേരക്കുട്ടി തോളിൽ കയറ്റിയ ഒരു മനുഷ്യൻ്റെയൊക്കെ ആലോചിച്ചാലോ എങ്ങനെ കുട്ടി തൊട്ട്? ആ ആള് നിസ്കരിക്കുമ്പോൾ ആളെ തോളിലാണ് ആര്? മകളെ കുട്ടി. എനിക്ക് പറഞ്ഞ മനസ്സിലായോ? ഇത് ചെയ്യുന്ന കർമ്മങ്ങളിലേക്ക് നോക്കിയാൽ എനിക്ക് എന്തും നേട്ടമായി തോന്നും. അതേസമയത്ത് നബിയിലേക്ക് നോക്കുമ്പോഴാണ് എനിക്കത് ഞാൻ ഒന്നല്ലല്ലോ എന്ന് മനസ്സിലാവുക. ഒരു കുട്ടി പടക്കാരും ഒരു കുട്ടി പടിക്കാരും സുന്നത്ത് നിസ്കരിക്കും. പറയാൻ മനസ്സിലായി? ഒന്ന് ആലോചിച്ച് നോക്ക് എന്താണ്. മറ്റേ നമ്മളെ കുട്ടിയൊക്കെ തിന്നാൻ കൊടുത്ത എല്ലാം കൊടുത്താൽ നമുക്ക് ഓല് ഞാൻ നയിച്ചിട്ടല്ലേ തിന്നണത്. പിന്നെ ഞാൻ നിസ്കരിക്കണം ബായിക്കോല് വരാൻ പാടുണ്ട്. അപ്പോൾ കയ്യോട് തട്ടി കുട്ടി വീണു, കുട്ടി കരഞ്ഞു.
ഇജ് വലിയ മഹാനുമാണ്. ഓലും പറഞ്ഞു കുട്ടീനോട് ഇഷ്ടമില്ലാത്തൊന്നല്ല, നിസ്കാരപ്പായിൽ വന്നിട്ടുണ്ടോ. അപ്പം നിന്റെ കർമ്മത്തിലേക്ക് നീ നോക്കിയാൽ നിനക്ക് നീ ചെയ്യണമൊക്കെ വലിയതായി തോന്നും. അതേസമയത്ത് നീ ആരിലേക്ക് നോക്ക്? ഹബീബായ നബിയിലേക്ക് നോക്കുമ്പോഴാണ് ഇജ് ചെയ്തൊന്നും ഒന്നല്ലെന്ന് എനിക്ക് മനസ്സിലാകുക. നല്ലപോലെ തല എടുത്തിട്ട് ചിന്തിക്കണം. ഈ പറയുന്നത് വെറുതെ മനസ്സിലാക്കരുത്. ഈ പറയുന്നതൊക്കെ ശരിക്ക് തല കൊടുത്ത് ചിന്തിക്കണം. അപ്പം നമ്മൾ ഏതൊരു കാര്യം നബിയിലേക്ക് നോക്കണം. ഏതൊരു കാര്യം നമ്മളിലേക്ക് നോക്കിയാൽ നമ്മൾ ദാനം ചെയ്തവരാണ്, നമ്മൾ ജനങ്ങളെ സഹായിച്ചവരാണ്. പക്ഷെ നബിയിലേക്ക് നോക്കിയ ഒന്നുമല്ല. അജുവദന്നാസി ബിൽ ഖൈരി മിന റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം കൊടുക്കാൻ കഴിയും. അപ്പം എന്താണെങ്കിൽ ആരെ താഴെയാവുള്ളൂ? റസൂലുള്ളാഹിന്റെ. അതേസമയത്ത് ഇജ് നാട്ടിൽ ദാനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇജ് വലിയ ആളുമാണ്. മനസ്സിലായില്ല മോനെ? ഇജ് ചെയ്തതിലേക്ക് നോക്കിയാൽ ഇജ് വലിയ ആളാണ്. നബി ചെയ്തതിലേക്ക് നോക്കിയാലോ? അപ്പം ഇജ് എവിടുന്ന് തുടങ്ങണം? നബി തുടങ്ങണം. എപ്പോഴും നബി എന്ന കുറ്റിയിലേക്ക് പോകണം. അവിടെയാണ് വിഷയം. നബിയിലേക്ക് എന്ന കുറ്റിയിലേക്ക് പോകണമെങ്കിൽ എൻ്റെ കൽബിൽ നബി നിറയണം, മദ്ഹ് കൊണ്ട് നിറയണം. അത്രയും വലിയ ആളാണ്. അതിന് ദമ്മില്ല, മദ്ഹേ ഉള്ളൂ. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ EMS കുറ്റം പറഞ്ഞുകൊണ്ട് പീഡിയക്കൊലമ ഇരിക്കൂല, എണീറ്റടിക്കും. ആ കുറ്റം EMS ഉള്ളതാണെങ്കിൽ പോലും. ആണോ അല്ലേ? പറയേ. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയനെ ആക്ഷേപിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് പീഡിയക്കൊലമ ഇരിക്കൂല. എന്തുകൊണ്ട്? പിണറായിൻ്റെ ഭരണത്തിൽ തെറ്റുണ്ടെങ്കിൽ പോലും അയാളെ കേട്ടിരിക്കൂല. കാരണം അത് അയാളുടെ അയാളുടെ ഹൃദയത്തിൽ തൊട്ട നേതാവാണ്. കാരണം ആ നേതാവിനെ പറ്റി അവൻ്റെ മനസ്സിൽ നന്മയുള്ളൂ. നേതാവിന് തിന്മണ്ടെങ്കിൽ പോലും നന്മയിലേ വായിക്കുള്ളൂ. ഇത് തിന്മയില്ലാത്ത നന്മ മാത്രമുള്ള നേതാവ്. ആ നേതാവിനെ കൽബിൽ നിറച്ചില്ല. അതുകൊണ്ട് ആ നേതാവിനെ ഒരാൾ ആക്ഷേപിക്കണം എനിക്ക് പ്രശ്നമില്ല. ആ നേതാവിനെ ഒരാൾ നിസ്സാരപ്പെടുത്തിയാൽ എനിക്ക് പ്രശ്നമില്ല. മനസ്സിലാവണ്ടേ പറഞ്ഞത് തന്നെ? നമ്മൾ ഈ റൂഹില്ലാത്ത നിസ്കാരവും റൂഹില്ലാത്ത നോമ്പും നമ്മളെ ബാധിച്ചു. റൂഹില്ലാത്ത തറാവീഹ്, റൂഹില്ലാത്ത തക്ബീർ ഒക്കെ നമ്മളെ ബാധിച്ചു. അതിൻ്റെ റൂഹാണ് ബിഹാ. ഈ വാക്കിൻ്റെ അവസാനം ബിഹാ റൂഹ് പ്രകാശിക്കൽ ആരെക്കൊണ്ട് മാത്രമാണ്? മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് കൊണ്ടാണ്. അള്ളാഹിൻ്റെ ഹബീബിനെ പറ്റി പറഞ്ഞാലാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഇതിന് 3-ാം ഭാഗം പറയും. റമളാനുൽ മുഹമ്മദിയ എന്ന പ്രഭാഷണത്തിൻ്റെ 3-ാം ഭാഗം നാളെ വ്യാഴാഴ്ച 8:30 മണിക്ക് പറയും. ഇൻഷാ അല്ലാഹ് തആല തൗഫീഖ് തരട്ടെ. മകൻ കോളേജിൽ പോകാനുള്ള സൗകര്യത്തിന് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നു. എല്ലാം ഖൈറിലാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറിലാകാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. എല്ലാം അല്ലാഹു തആല ഖൈറിലാക്കി കൊടുക്കട്ടെ. എല്ലാം അല്ലാഹു എല്ലാം ഖൈറാക്കി കൊടുക്കട്ടെ. അല്ലാഹു എല്ലാം ഖൈറാക്കി കൊടുക്കട്ടെ. അല്ലാഹു എല്ലാം ഖൈറാക്കി കൊടുക്കട്ടെ. മകൻ കോളേജിൽ പോകാനുള്ള സൗകര്യത്തിന് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നു. ഹംസ തൊടുപുഴ 251 രൂപ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിൻ്റെ വാതിൽ അദ്ദേഹത്തിന് തുറന്നു കൊടുക്കുകയും ആ സദഖ അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യട്ടെ. ആ സദഖ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. റഹ്മത്തിൻ്റെ വാതിൽ അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ. ആ സദഖ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ടവരിൽ അവരെയും നമ്മളെയും അല്ലാഹു തആല ചേർത്ത് തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വഅദ്ഖിൽനാ الجنة مع الأبرار يا عزيز يا غفار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضله صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وعلى صحبه وسلم صلى الله وسلم على جميع الأنبياء والمرسلين والحمد لله رب العالمين.
ഖുറാൻ്റെ കുട്ടികൾക്ക് നിങ്ങളാൽ കഴിഞ്ഞ എന്തെങ്കിലും സുറക്കായിട്ടാണ് ഖുറാൻ്റെ കുട്ടികൾക്ക്